സൂപ്പർഫിഷ്യൽ ജനറൽ മൈക്കോളജി മുതൽ സൂപ്പർഫിഷ്യൽ മൈക്കോളജി, അത് കഴിഞ്ഞ് സബ്ക്യൂട്ടേനിയസ് മൈക്കോളജിയുടെ പകുതി വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ അത് ക്ലിയർ ചെയ്തതിന് ശേഷം പോവാം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ കണ്ടിന്യൂഷനിലേക്ക് പോവാം. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു? പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നോ? Is it clear or not? Please respond. Yes, okay. So, നമ്മൾ കഴിഞ്ഞ ദിവസം സ്പോറോത്രൈക്കോസിസ് വരെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മളുടെ ക്രോമോബ്ലാസ്റ്റോമൈക്കോസ്. ഏതൊക്കെയായിരുന്നു നമ്മൾ സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡിസീസ് ഇൻഫെക്ഷൻസുകൾ? ഏതൊക്കെയായിരുന്നു? ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയൂ, ഏതൊക്കെയായിരുന്നു? മൈസിറ്റോമ പറഞ്ഞു, സ്പോറോത്രൈക്കോസിസ് പറഞ്ഞു, പിന്നെന്ത് പറഞ്ഞു? ഞാൻ സ്ലൈഡ് കാണുന്നില്ലേ? ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ്, പിന്നെ ഫിയോഹൈഫോമൈക്കോസിസ് പറഞ്ഞിരുന്നു. അതിനുശേഷം റൈനോസ്പോറിഡിയം സീബറിയോക്, റൈനോസ്പോറിഡിയോസിസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് വരുന്ന സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് ഇൻഫെക്ഷൻസുകൾ എന്ന് പറയുന്നത്. സോ ഇതിന്റെ പേരുകളൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, ആദ്യമായിട്ട് പേരുകൾ കേൾക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 4-5 തവണ അത് പേരുകൾ പഠിക്കുക, അല്ലാതെ വേറെ ഒരു വഴിയും ഇല്ല. സോ അതുകൊണ്ടാണ് വളരെ സ്ലോലി ആണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്, വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ഒന്നുമല്ല, പക്ഷേ ചില ടേംസുകൾ അല്ലെങ്കിൽ ചില വേർഡ്സുകൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് കൂടുതൽ കൺഫ്യൂഷൻ ആവണ്ടല്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് കുറച്ച് ടോപ്പിക്കുകൾ എടുക്കുന്നത്. നമുക്ക് ഒന്ന് ട്രാക്കിലേക്ക് ആയതിനു ശേഷം നമുക്ക് പെട്ടെന്ന് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ കാര്യങ്ങൾ പോകാം. സോ എനിവേ, നമ്മൾ ഇന്ന് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസും അതുപോലെ ബാക്കിയുള്ള എല്ലാ സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ്. സോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ ഓരോ കാര്യങ്ങളിലേക്ക് വരുമ്പോഴും എന്താണ്, നമ്മൾ മൈക്രോബയോളജി പഠിക്കുമ്പോൾ അതിന്റെ നെയിമിൽ അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് എന്നുള്ള ഈ ഒരു പേരിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ? യെസ്, ക്രോമോ മീൻസ് കളർ എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ മേജർ എന്താ പറയാ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് ഇതൊരു കളേർഡ് ആയിട്ട് കാണിക്കുന്ന ഒരു ലക്ഷനാണ് ഇവിടെ വരുന്നത്, അല്ലെങ്കിൽ ഒരു കളേർഡ് ആയിട്ട് വരുന്ന ഒരു ഫംഗസ് ആണ് ഇവിടെ കോസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് ഫിയോയിഡ് ഫംഗസ്. ഓക്കെ, സോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എല്ലാ ഫിയോയിഡ് ഫംഗസുകൾ കോസ് ചെയ്യുന്ന ഇൻഫെക്ഷൻസിനെ നമുക്ക് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് എന്ന് പറയാൻ പറ്റുമോ? യെസ് ഓർ നോ? നോ. നമുക്ക് എന്താണ്, ഫിയോയിഡ് ഫംഗസ് എന്ന് പറയുന്നത് പിഗ്മെന്റഡ് ഫംഗൈ ആണ്. അപ്പോൾ എല്ലാ പിഗ്മെന്റഡ് ഫംഗൈ കോസ് ചെയ്യുന്ന ഇൻഫെക്ഷൻസുകളും ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് അല്ല. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് എന്ന് പറയുന്നത് ഫിയോയിഡ് ഫംഗസുകൾ കോസ് ചെയ്യുന്ന എ ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. സോ ഇതിനുശേഷം നമ്മൾ പഠിച്ചിട്ട് പറയാനുള്ള ഒന്നാണെന്ത്, ഫിയോഹൈഫോമൈക്കോസിസ് എന്ന് പറയുന്നത്. ഫിയോഹൈഫോമൈക്കോസിസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫിയോഹൈഫോമൈക്കോസിസും ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസും രണ്ടും എന്താണ്, ഫിയോയിഡ് ഫംഗസുകൾ കോസ് ചെയ്യുന്നതാണ്. ചില ആളുകൾക്ക് ഡൗട്ട് വരാറുണ്ട്, ഫിയോയിഡ് ഫംഗസ് കോസ് ചെയ്യുന്ന എല്ലാ ഇൻഫെക്ഷൻസിനെയും ഫിയോഹൈഫോമൈക്കോസിസ് എന്ന് പറയുമോ, അല്ലെങ്കിൽ എല്ലാ ഇൻഫെക്ഷൻസിനെയും ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് എന്ന് പറയുമോ എന്നുള്ളത്. രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. നമ്മൾ ഫിയോഹൈഫോമൈക്കോസിസ് എന്ന് പറയുന്നത് ഫിയോയിഡ് ഫംഗസുകൾ കോസ് ചെയ്യുന്ന ഇൻഫെക്ഷൻസിന് മാത്രം പറയുന്ന പേരല്ല. ഓക്കെ, അപ്പൊ ഈ ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് ആയിക്കോട്ടെ ഫിയോഹൈഫോമൈക്കോസിസ് ആയിക്കോട്ടെ രണ്ടും നമ്മളുടെ ഫിയോയിഡ് ഫംഗസുകൾ കോസ് ചെയ്യുന്ന ഇൻഫെക്ഷൻസുകളാണ്. ഓക്കെ, ആ പോയിന്റ് ആദ്യമേ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഫിയോയിഡ് ഫംഗസ് കോസ് ചെയ്യുന്ന രണ്ട് ടൈപ്പ് ഇൻഫെക്ഷൻസുകൾ ഉണ്ട്. അതിൽ പെട്ടിട്ടുള്ളതാണ് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസും ഫിയോഹൈഫോമൈക്കോസിസും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസും ഫിയോഹൈഫോമൈക്കോസിസും തമ്മിൽ എന്താണ്, ചെറിയ ഡിഫറൻസുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ? ആ ഡിഫറൻസുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകേണ്ടത്. സോ എന്താണ് ബേസിക്കലി ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് ആൻഡ് ഫിയോഹൈഫോമൈക്കോസിസ് എന്നുള്ളത് കിട്ടിയല്ലോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ്, ഓക്കെ. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം, നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഓക്കെ, സോ ദ ഫസ്റ്റ് തിങ് എന്താണ്, ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്ക്യൂട്ടേനിയസ് ലെഷൻസുകളാണ് കോസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻഫെക്ഷൻ കോസിംഗ് ബൈ എ ഗ്രൂപ്പ് ഓഫ് ഡെമറ്റീഷ്യസ് ഓർ ഫിയോയിഡ് ഫംഗൈ. അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഡാർക്ക്ലി പിഗ്മെന്റഡ് ഫംഗൈ. ഈ ടേംസിനൊന്നും നമുക്ക് ഒരു ഡൗട്ട് ഇല്ലല്ലോ. ഡെമറ്റീഷ്യസ് ഫംഗൈ അല്ലെങ്കിൽ ഫിയോയിഡ് ഫംഗസ് കോസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ തന്നെയാണ് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് എന്ന് പറയുന്നത്. ഓക്കെ,
അതുപോലെ തന്നെ ഇതിന് കോസ് ചെയ്യുന്ന ഈ ഒരു ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇതിന്റെ ലെഷൻസിന് പറയുന്ന ഒരു പേരാണ് വെറിക്കോസ് ഡെർമറ്റൈറ്റിസ്. നമുക്ക് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിന്റെ മറ്റൊരു പേരാണ് വെറിക്കോസ് ഡെർമറ്റൈറ്റിസ്. ഓക്കെ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ ആയിരിക്കും ചോദിക്കുക, വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് എ എത്തിയോളജിക്കൽ ഏജന്റ് ദാറ്റ് കോസിങ് വെറിക്കോസ് ഡെർമറ്റൈറ്റിസ്. ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടാവുക, പക്ഷെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ എന്താണ് വെറിക്കോസ് ഡെർമറ്റൈറ്റിസ് എന്നായിരിക്കും ചോദിക്കുക. സോ അതുകൊണ്ട് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിന്റെ മറ്റൊരു പേരാണ് വെറിക്കോസ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദാറ്റ് പ്രൊഡ്യൂസ് എ ക്യാരക്ടറിസ്റ്റിക് മോർഫോളജി കാൾഡ് സ്ക്ലീറോട്ടിക് ബോഡി. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് സ്ക്ലീറോട്ടിക് ബോഡി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഫിയോഐഫോമൈക്കോസിസും ഉണ്ട്, ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസും ഉണ്ട് പറഞ്ഞു. അത് തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് ദിസ് വൺ ആണ്, ദിസ് സ്ക്ലീറോട്ടിക് ബോഡി പ്രസന്റ് ഇൻ ദ കേസ് ഓഫ് ക്രോമോബ്ലാസ്റ്റോമൈസിസ്. ഓക്കെ, ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് കോസ് ചെയ്യുന്ന ഏജൻസുകളിൽ പ്രസന്റ് ആയിരിക്കുന്ന ഒരു യുണീക്ക് ആണ് സ്ക്ലീറോട്ടിക് ബോഡി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു മേജർ തിങ് ആണ് സ്ക്ലീറോട്ടിക് ബോഡി എന്ന് പറയുന്നത്. നമുക്ക് ലാബ് ഡയഗ്നോസിസ് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, സോ ഇത്രയും പോയിന്റ്സ് കിട്ടിയല്ലോ. ആൻഡ് നെക്സ്റ്റ് വൺ ദ ഏജൻസ് ദാറ്റ് കോസിങ് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ്. നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ചിലപ്പോൾ പേരുകളൊക്കെ ഏതെങ്കിലും ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, 4-5 തവണ വായിച്ച് പഠിക്കുക തന്നെ ചെയ്യാം. സോ ഫോൺസേഷ്യ പെഡ്രോസി, ഫോൺസേഷ്യ കോമ്പാക്റ്റ, ഫിയാലോഫോറ വെറിക്കോസ, ക്ലാഡോസ്പോറിയം കാരിയോൺ, ഇതൊക്കെയാണ് മേജറായിട്ട് കാണുന്ന ഏജൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റൈനോക്ലാഡിയല്ല അക്കോസ്പേഴ്സയും കോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇതിൽ ഫോൺസേഷ്യ എന്നുള്ളതെങ്കിലും അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കുക. ഫോൺസേഷ്യ പെഡ്രോസി ഒക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് കോസ് ചെയ്യുന്നത്. സോ ഫോൺസേഷ്യ പെഡ്രോസി, ഫോൺസേഷ്യ കോമ്പാക്റ്റ, ഫിയോലോഫോറ വെറിക്കോസ, ക്ലാഡോസ്പോറിയം കാരിയോണൊക്കെയാണ് മെയിനായിട്ട് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് കോസ് ചെയ്യുന്ന ഏജൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരുപാട് ഏജൻസുകൾ ഇനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. കുറച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മൈസിറ്റോമയുടെ കേസിൽ നമ്മൾ ഒരുപാട് ഏജൻസ് പഠിച്ചു. ഇനിയും അങ്ങോട്ട് ഒരുപാട് ഏജൻസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഒരിക്കലും നിങ്ങൾ കൺഫ്യൂഷൻ ആയി പോകരുത്. എന്തെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ ഇത് പഠിക്കുക തന്നെ വേണം. സോ ഫോൺസേഷ്യ സ്പീഷീസ് മെയിൻലി വരുന്നത് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് ആണ്. സോ ഫോൺസേഷ്യ എന്ന് പറയുന്നതൊക്കെ എന്താണ്, ഒരു ഡെമറ്റീഷ്യസ് ഫംഗയാണ്, അല്ലെങ്കിൽ ഒരു പിഗ്മെന്റഡ് ഫംഗയാണ്, അല്ലെങ്കിൽ ഒരു മെലാനിൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫംഗയ്ക്ക് എക്സാമ്പിൾസുകളാണ്. ഓക്കെ, സോ ദീസ് ഓൾ ആർ ദ ഏജൻസ് ദാറ്റ് കോസിങ് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ്. ഓക്കെ, ക്ലിയർ? ഫോൺസേഷ്യ പെഡ്രോസി, ഫോൺസേഷ്യ കോമ്പാക്റ്റ, ഫിയോലോഫോറ വെറിക്കോസ, ക്ലാഡോസ്പോറിയം കാരിയോണി, റൈനോക്ലാഡിയല്ല അക്കോസ്പേഴ്സ്, അതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ഏജൻസ് എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾ പേര് പഠിച്ചു വെക്കുക. ഇപ്പൊ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് എത്തിയോളജിക്കൽ ഏജൻസ് ഓഫ് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് അല്ലെങ്കിൽ വെറിക്കോസ് ഡെർമറ്റൈറ്റിസ് എന്ന് ചോദിച്ചിട്ട് ഈ ഓപ്ഷൻസുകളൊക്കെ കൊടുക്കും. എന്നിട്ട് ഓൾ ഓഫ് ദ അബവ് ഉണ്ടാവും, ചിലപ്പോൾ എന്താണ് നൺ ഓഫ് ദ അബവ് ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രം കൊടുക്കും, വേറെ ഏതെങ്കിലും ഫംഗസുകൾ കൊടുക്കും. അങ്ങനെയുള്ള പല രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിച്ചേക്കാം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെയൊക്കെ പേരുകൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഇതുവരെ ക്രോമോബ്ലാസ്റ്റോമൈക്കോസിന്റെ ഏജൻസ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് മേ ബി എക്സ്പെക്ട് ചെയ്തേക്കാം. സോ അതുകൊണ്ട് നിങ്ങൾ എല്ലാ ആസ്പെക്റ്റിലും പഠിക്കണം. സോ എന്താണ് ഈ ഏജൻസ് പഠിച്ചു വെക്കുക. ആൻഡ് അതിന്റെ ലെഷൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്, ദേ ആർ വെറിക്കോസ് ലെഷൻസ്. വെറിക്കോസ് ലെഷൻസ് എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള എന്താ പറയുക, കുറച്ചും കൂടി ഒരു വികൃതമായിട്ടുള്ള ലെഷൻസ് ആയിരിക്കും ഇതിനുണ്ടാവുക. അതുപോലെ തന്നെ കുറച്ച് അൾസറേറ്റീവ് ആൻഡ് നോഡുലാർ ഓർ ട്യൂമർ ലൈക്ക് ലെഷൻസുകളായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ എന്താണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സിലാണ്. JSO ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ സ്പെഷ്യലി നോട്ട് ചെയ്ത് വെക്കുക, കാരണം എപ്പിഡെമിയോളജി അവരുടെ സിലബസിൽ വരുന്നുണ്ട്. സോ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സിലാണ് ഒട്ടുമിക്ക സബ്ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസുകളും കൂടുതലായിട്ട് വരുന്നത്. സോ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ട്രോപ്പിക്കൽ ഓർ സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിലാണ് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. സോ എന്താണ് അതിന്റെ ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കിട്ടി. ആൻഡ് നെക്സ്റ്റ് വൺ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ദാറ്റ് ഈസ് ദ കോളിഫ്ലവർ ലൈക്ക് അപ്പിയറൻസ്. എന്നാണ് ഇതിന്റെ ഒരു അപ്പിയറൻസിന്റെ പേര്. കോളിഫ്ലവർ പോലെയുള്ള, കണ്ടോ, കോളിഫ്ലവർ പോലെയുള്ള ഒരു അപ്പിയറൻസ്, കുറച്ച് റൈസ്ഡ് ആയിട്ടുള്ള, എന്താ കുറച്ച് വികൃതമായിട്ടുള്ള രീതിയിലുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കും ഇതിന്റെ ലേഷൻസിന് ഉണ്ടാവുക. സോ വെറിക്കോസ്, അതേപോലെ തന്നെ കോളിഫ്ലവർ ലൈക്ക്, അതുപോലെ തന്നെ വാർട്ട് ലൈക്ക് എന്നൊക്കെ പറയാം. വാർട്ട് ലൈക്ക് ലെഷൻസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിന്റെ ലെഷൻസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അതിന്റെ ലെഷൻസ് എങ്ങനെയാണ്, വെറിക്കോസ്, കോളിഫ്ലവർ ലൈക്ക്, വാർട്ട് ലൈക്ക്, ഇത്രയും പോയിന്റ്സ് അറിഞ്ഞിരിക്കുക. ആൻഡ് അതേപോലെ തന്നെ സ്ക്ലീറോട്ടിക് ബോഡി എന്നുള്ളതുണ്ട് എന്നുള്ള അറിഞ്ഞിരിക്കുക. ഇത്രയെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം. സോ ഇതിന്റെ ലെഷൻസ്, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് കിട്ടിയല്ലോ. നെക്സ്റ്റ് വൺ, നമുക്ക് ഇതിന്റെ ലാബ് ഡയഗ്നോസിസിലേക്ക് പോകാം. ലാബ് ഡയഗ്നോസിൽ നമുക്ക് എന്താണ് പല സാമ്പിൾസുകൾ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് മൈക്രോസ്കോപ്പിയിൽ KOH, H ജീൻസ്, മെസൻസ് സ്പോണ്ടാന ഇവിടെ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്? മെസൻസ് എന്താണ്? കളേർഡ് ഫംഗസ് അല്ലെങ്കിൽ ഫ്രിയോയിഡ് ഫംഗസ് ആയതുകൊണ്ട് മെസൻസ് സ്പോണ്ടാന സ്റ്റെയിനിങ് യൂസ് ചെയ്യാം.
ഓക്കെ, ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യ ഭാഗം കേൾക്കാത്ത ആളുകൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കാരണം ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മെസ്സൻസ് ഫോണ്ടാന സ്റ്റെയിൻ ഒക്കെ. ആൻഡ് GMS സ്റ്റെയിൻ, കാൽക്കുലർ ഫോർ വൈസ് സ്റ്റെയിനിങ്, അതൊക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അങ്ങനെ ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? എന്താണ്? ദാറ്റ് ഈസ് സ്ക്ലീറോട്ടിക് ബോഡി എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് സ്ക്ലീറോട്ടിക് ബോഡി എന്ന് പറയുന്നത്. ബ്രൗൺ കളറിൽ കാണുന്ന ഇതാണ് സ്ക്ലീറോട്ടിക് ബോഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്ക്ലീറോട്ടിക് ബോഡീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ എന്താണ് നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത്? ഇതുപോലെയാണ് കാണാം. ഒരു സ്പെറിക്കൽ ആയിട്ടുള്ള ഒരു റൗണ്ട് സെൽസ് അല്ലെങ്കിൽ റൗണ്ട് സ്ട്രക്ചർ ആയിരിക്കും. അതിനെന്താണ് ഒരുപാട് ട്രാൻസ്വേഴ്സ് വാൾ ഉണ്ടാവും. അതായത് ഇങ്ങനെ ഒരു റൗണ്ട് സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, അതിന് ഒരുപാട് ട്രാൻസ്വേഴ്സ് വാളുകൾ ഉണ്ടാവും. ട്രാൻസ്വേഴ്സ് വാൾ, നമ്മൾ ട്രാൻസ്വേഴ്സ് വാൾ വേറെ എവിടെ പഠിച്ചത്? വേറെ എവിടെയാണ് ട്രാൻസ്വേഴ്സ് വാളിനെ കുറിച്ചൊക്കെ പഠിച്ചത്? അല്ലെങ്കിൽ സെപ്റ്റത്തിനെ കുറിച്ചൊക്കെ പഠിച്ചത്? യെസ്, സെപ്റ്റേറ്റ് ഹൈഫേ പറഞ്ഞു. അതിൽ അസെപ്റ്റേറ്റ് ഹൈഫേ പറയുന്ന മറ്റൊരു പേരെന്തായിരുന്നു? സീനോസൈറ്റിക്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്യാം. ഓക്കെ, സീനോസൈറ്റിക് ഹൈഫേ എന്ന് പറയുന്നതും അസെപ്റ്റേറ്റ് ഹൈഫേ ആണ്. അവിടെ ട്രാൻസ്വേഴ്സ് വാൾ ആബ്സെന്റ് ആയിരിക്കും. അതും ഇവിടെ മറ്റു വലിയ ബന്ധമൊന്നുമില്ല, ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ എന്താണ്? ഒരു റൗണ്ട് സ്ട്രക്ചർ ആയിരിക്കും. അതിനകത്ത് ഇതുപോലെ ഒരുപാട് ട്രാൻസ്വേഴ്സ് വാൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഇതിന്റെ കളർ എന്ന് പറയുന്നത് ബ്രൗൺ കളർ ആയിരിക്കും. ഓക്കെ, ഇത്തരത്തിലുള്ള ഈ ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറിന് പറയുന്ന പേരാണ് സ്ക്ലീറോട്ടിക് ബോഡീസ് എന്ന് പറയുന്നത്. സോ എന്താണ് സ്ക്ലീറോട്ടിക് ബോഡീസ് എന്ന് കിട്ടിയല്ലോ. അപ്പോൾ ചിലപ്പോൾ ഓപ്ഷനിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ സ്ക്ലീറോട്ടിക് ബോഡീസ് എന്നായിരിക്കില്ല ഉണ്ടാവുക. ചിലപ്പോൾ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് എ സ്പെഷ്യൽ സ്ട്രക്ചർ ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ കേസ് ഓഫ് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് ഏജൻസ് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ ചിലപ്പോൾ മെഡ്ലാർ ബോഡീസിനോ അല്ലെങ്കിൽ മ്യൂരിഫോം സെൽസിനോ അല്ലെങ്കിൽ കോപ്പർ പെന്നി ബോഡീസിനോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. സോ ഈ സ്ക്ലീറോട്ടിക് ബോഡീസിന് പറയുന്ന മറ്റുള്ള പേരുകളാണ് മെഡ്ലാർ ബോഡീസ്, മ്യൂരിഫോം സെൽസ്, കോപ്പർ പെന്നി ബോഡീസ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? സ്ക്ലീറോട്ടിക് ബോഡീസിന്റെ മറ്റുള്ള പേരുകളാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ക്രോമോബ്ലാസ്റ്റോമൈക്കോസിന്റെ യൂണീക് സ്ട്രക്ചർ ആണ്. ഇതെല്ലാം എന്താണ്? സെയിം തന്നെയാണ്. ഇതിൽ ഓരോരോ പേരുകൾ കൊടുത്തുന്നേ ഉള്ളൂ. ഓക്കെ, കോപ്പർ പെന്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെമ്പ് നാണയങ്ങൾ, പഴയ നാണയങ്ങൾ പോലെയുള്ള സ്ട്രക്ചർ ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതുപോലെ. സോ എനിവേ, സ്ക്ലീറോട്ടിക് ബോഡിയുടെ മറ്റുള്ള പേരുകളാണ് മെഡ്ലാർ ബോഡീസ്, മ്യൂരിഫോം സെൽസ്, കോപ്പർ പെന്നി ബോഡീസ് എന്നുള്ളതൊക്കെ. സോ ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതിന്റെ ലെഷൻസ്, വെർക്കോസ് ലെഷൻസ്, വാട്ട് ലൈക്ക് ലെഷൻസ്, കോളിഫ്ലവർ ലൈക്ക് ലെഷൻസ്. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ മൈൻഡിലെങ്കിലും പറഞ്ഞു പോവാ. ഓക്കെ, എന്തൊക്കെയാണ്? ഒരിക്കൽ കൂടി പറയട്ടെ. എന്തൊക്കെയാണ് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസിൽ? വെർക്കോസ് ലൈക്ക് ലെഷൻസ്, കോളിഫ്ലവർ ലൈക്ക് ലെഷൻസ്, വാട്ട് ലൈക്ക് ലെഷൻസ്, അതേപോലെ തന്നെ എന്ത് സ്ട്രക്ചർ ആണുള്ളത്? എന്താണ് ഒരു യൂണീക് സ്ട്രക്ചർ എന്ന് പറയുന്നത്? പറയൂ, എന്താണ്? സ്ക്ലീറോട്ടിക് ബോഡീസ്. യെസ്, സ്ക്ലീറോട്ടിക് ബോഡീസ് ആർ പ്രസന്റ് ഇൻ ദ കേസ് ഓഫ് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ്. ഓക്കെ, ആൻഡ് അതിന്റെ കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബ്ലാക്ക് കളർ ആയിട്ടായിരിക്കും കാണുക. വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. ഓക്കെ, ഇതുപോലെ ബ്ലാക്ക് കളർ ആയിട്ട് ഫിയോയിഡ് ഹൈഫേ ആയതുകൊണ്ട് ഒരു ബ്ലാക്ക് കളർ കോളനീസ് ആയിരിക്കും കിട്ടുക. ഓക്കെ ഓക്കെ, ഇത്രയാണ് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ്. ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിയോഹൈഫോമൈക്കോസിലേക്ക് പോകാം. അപ്പം ഒരു ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് നന്നായിട്ട് പഠിച്ച ആളെ സംബന്ധിച്ചിടത്തോളം ഫിയോഹൈഫോമൈക്കോസിസ് ഇത്ര വലിയ എന്താ പറയുക ബുദ്ധിമുട്ടൊന്നുമില്ല. ഫിയോഹൈഫോമൈക്കോസിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സ്ക്ലീറോട്ടിക് ബോഡീസ് ആർ ആബ്സെന്റ്. ആ ഒരു പോയിന്റ് മിക്കവാറും ഒരു DME ലാബ് ടെക്നീഷ്യൻ ലെവലിൽ ചോദിക്കാനുള്ള ചാൻസ് ഉള്ളൂ. സോ സ്ക്ലീറോട്ടിക് ബോഡീസ് ആബ്സെന്റ് ആയിരിക്കുന്ന ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസ് ആണ് എന്ത്? ഫിയോഹൈഫോമൈക്കോസിസ് എന്ന് പറയുന്നത്. ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് എന്ന് പറയുന്നത് സ്ക്ലീറോട്ടിക് ബോഡീസ് പ്രസന്റ് ആണ്. ഫിയോഹൈഫോമൈക്കോസിസ് എന്ന് പറയുന്നത് സ്ക്ലീറോട്ടിക് ബോഡീസ് ആബ്സെന്റ് ആണ്. ഈ പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കണം. സോ ഇതായിരിക്കും മിക്കവാറും നമുക്ക് ചോദിക്കുക. സോ ഫിയോഹൈഫോമൈക്കോസിസ് അതിന്റെ മറ്റുള്ള കാര്യങ്ങളും കൂടി ജസ്റ്റ് പറയുന്നുള്ളൂ. ഫിയോഹൈഫോമൈക്കോസിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡെമറ്റീഷ്യസ് ഫംഗി കോസ് ചെയ്യുന്നത് തന്നെയാണ്. അതിലെന്താണ്? സ്ക്ലീറോട്ടിക് ബോഡീസ് ആബ്സെന്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇത് മെയിൻലി മൈസീലിയൽ ഫോം ആയിട്ടായിരിക്കും അവർ എക്സിസ്റ്റ് ചെയ്യുക. ആൻഡ് ബ്രൗൺ മെലാനിൻ പിഗ്മെന്റ് സെൽ വാളിൽ ഉണ്ടാവും. ഇതിലൊന്നും വലിയ ഡൗട്ട്സ് ഇല്ലല്ലോ. കാര്യം നോർമലി പറയുന്ന കാര്യങ്ങൾ തന്നെ. ആൻഡ് ഫിയോഹൈഫോമൈക്കോസിന്റെ ഏജൻസ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് വരുന്നത് ഓൾട്ടർനേറിയ സ്പീഷീസ് വരുന്നുണ്ട്, ബൈപ്പോളറൈസ് സ്പീഷീസ് വരുന്നുണ്ട്, കറൂലേറിയ സ്പീഷീസ് വരുന്നുണ്ട്, എക്സോഫിയാല ജെൻസെൽമി വരുന്നുണ്ട്, ആൻഡ് ക്ലാഡോഫിയാലോ ഫോറബാൻഡിയാന എന്ന് പറയുന്ന സ്പീഷീസ് വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും ഏജൻസ് നമുക്ക് ഫിയോഹൈഫോമൈക്കോസിസ് ഇത്ര മാത്രമല്ല കേട്ടോ, ഇനി ഒരുപാട് ഏജൻസ് വരുന്നുണ്ട്. കോമൺലി കാണുന്നത് ഇവരൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഓൾട്ടർനേറിയ തന്നെ ഡിഫറെന്റ് സ്പീഷീസുകൾ വരുന്നുണ്ട്. അതിന്റെ ജീനസ് നെയിം മാത്രമാണ് ഓൾട്ടർനേറിയ, ബൈപ്പോളാരിസ്, കറൂലേറിയ, ABC. ഓക്കെ, ABC. ഓക്കെ, ഇപ്പൊ ABCEC എന്നൊക്കെ എന്തെങ്കിലും ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഓൾട്ടർനേറിയ, ബൈപ്പോളാരിസ്, കർവുലേറിയ, അതേപോലെ തന്നെ എക്സോഫിയാല ജെൻസെൽമി. ഈ ഒരു വർഷം ഈ എക്സോഫിയാല ജെൻസെൽമി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ക്ലാഡോഫിയാല ഫോറബാൻഡിയാന, നമ്മുടെ എന്താണ് CNS ഫിയോഹൈഫോമൈക്കോസിസ് അല്ലെങ്കിൽ ബ്രെയിൻ ആപ്സസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. യെസ്, ഇവിടെ കൊടുത്തിട്ടുണ്ട് ബ്രെയിൻ ആപ്സസ്. എന്താണ് ബ്രെയിൻ ആപ്സസ്? ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫിയോഹൈഫോമൈക്കോസിസ് ഏജന്റ് ആണ് ക്ലാഡോഫിയാലോ ഫോറബാൻഡിയാന എന്ന് പറയുന്നത്. ഓക്കെ,
ഇതിന്റെ സ്ട്രക്ചർ കാണാൻ നല്ല രസം. നമ്മുടെ ഈ അരിമണി പോലെയുള്ള ഇങ്ങനെയുള്ള സ്ട്രക്ചർ ആയിരിക്കും അതിന്റെ ഒരു ഫ്ലവർ ലൈക്ക് അപ്പിയറൻസ് ഉണ്ടാവും. അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണം. അപ്പോൾ എനിവേ ക്ലാഡോഫിയാലോഫോറോ ബാൻഡിയാന എന്ന് പറയുന്ന സ്പീഷീസ് ആണ് ബ്രെയിൻ അബ്സസ് ഫോം കോസ് ചെയ്യുന്നത്. ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്ന ഫിയോഐഫോമൈക്കോസിസ് എന്ന് പറയുന്നത് ക്ലാഡോഫിയാലോഫോറോ ബാൻഡിയാന ആണ്. അതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ എന്താണ്, എല്ലാം എന്താണ്, ഫിയോഐഫോമൈക്കോസിസ് കോസ് ചെയ്യുന്ന ഏജൻസ് ആണ്. ഇതിന്റെയൊക്കെ പേരുകൾ 2-3 തവണ വായിച്ചു വെക്കുക. അപ്പോൾ ക്രോമോബ്ലാസ്റ്റോമൈക്കോസിന്റെ ഏജൻസും ഇതും തമ്മിൽ മാറിപ്പോകരുത്. ആൻഡ് അതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസിലേക്ക് വരുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാനിഫെസ്റ്റേഷൻസ് വരുന്നുണ്ട്. ക്യൂട്ടേനിയസ് വരുന്നുണ്ട്, സബ് ക്യൂട്ടേനിയസ് വരുന്നുണ്ട്, ഇൻവേഴ്സീവ് ഓർ സെറിബ്രൽ ഹൈഫോമൈക്കോസ് വരുന്നുണ്ട്, ആൻഡ് പാരാനാസൽ സൈനസ് വരുന്നുണ്ട്. ഒക്കെ നമുക്ക് പേര് കേട്ടാൽ തന്നെ അറിയാൻ പറ്റും. ക്യൂട്ടേനിയസ് എന്ന് പറയുമ്പോൾ മെയിൻലി എവിടെയായിരിക്കും ക്യൂട്ടേനിയസ് എന്താണ് നിങ്ങൾ തന്നെ പറ. സ്കിൻ ഏരിയയിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് വരിക. സബ് ക്യൂട്ടേനിയസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ബെനീത്ത് സ്കിൻ അല്ലെങ്കിൽ എന്താണ് ടിഷ്യൂസിൽ വരുന്നത്. ആൻഡ് സെറിബ്രൽ എന്ന് പറയുന്നത് ബ്രെയിനിലായിരിക്കും മിക്കവാറും വരിക. CNS സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലായിരിക്കും വരിക. പാരാനാസൽ സൈനസ് എന്ന് പറയുന്നത് നോസിന്റെ ഭാഗത്തൊക്കെ കൂടുതലായിട്ട് വരുന്നതാണ്. സൈനസ് ഏരിയയിലൊക്കെ വരുന്നതാണ് പാരാനാസൽ സൈനസ് എന്ന് പറയുന്നത്. സോ ദീസ് ഓൾ ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്. ഓക്കെ, ഇതൊരു എന്താ പറയുക, ഇതൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ എനിവേ നിങ്ങൾ അറിഞ്ഞിരിക്കുക, സെറിബ്രൽ ഫിയോഐഫോമൈക്കോസ് ഏറ്റവും കൂടുതൽ കോസ് ചെയ്യുന്നത് ക്ലാഡോഫിയാലോഫോറോ ബാൻഡിയാനയാണ് സെറിബ്രൽ ഫിയോഐഫോമൈക്കോസ് കോസ് ചെയ്യുന്നത്. അതിന്റെ ലാബ് ഡയഗ്നോസിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. പക്ഷെ എന്താണ്, ഇവിടെ സ്ക്ലീറോട്ടിക് ബോഡീസിന്റെ കാര്യമൊന്നും പറയുന്നില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ആബ്സെന്റ് ഇൻ ദ കേസ് ഓഫ് ഫിയോഐഫോമൈക്കോസിസ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം സിമിലർ തന്നെയാണ്. ഓക്കെ, ഈ സൈക്ലോഹെക്സിമൈഡ് എന്തിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? SDA വിത്ത് സൈക്ലോഹെക്സിമൈഡ് എന്തിനാണ്? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, മറ്റുള്ള സാപ്രോഫൈറ്റിക് ഫംഗസിനെയും ബാക്ടീരിയനെയും ഒക്കെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈക്ലോഹെക്സിമൈഡ് യൂസ് ചെയ്യുന്നത്. സോ SDA വിത്ത് സൈക്ലോഹെക്സിമൈഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഡെർമറ്റോഫൈറ്റ്സിലൊക്കെ SDA വിത്ത് സൈക്ലോഹെക്സിമൈഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ ഓരോ സ്പീഷീസുകളും അതിന്റെ മോർഫോളജിയാണ് കൊടുത്തിട്ടുള്ളത്. അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. JSO ലെവലുള്ള ആളുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓൾട്ടർനേറിയ എന്ന് പറയുന്നത് അക്രോപെറ്റൽ കൊനീഡിയ ആയിരിക്കും. അക്രോപെറ്റൽ കൊനീഡിയ എന്ന് പറയുന്നത് ഇതുപോലെ ഓരോന്ന് അഡ്ജസ്റ്റന്റ് ആയിട്ട് 1 by 1 ആയിട്ട് ഇങ്ങനെ കൊനീഡിയ വരുന്നതാണ്. ഫസ്റ്റ് കൊനീഡിയ, അതിന് മുകളിൽ അടുത്ത പുതിയത് വരും, അങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ വരുന്നതാണ് അക്രോപെറ്റൽ കൊനീഡിയ എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൊനീഡിയ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ ആണ് ഓൾട്ടർനേറിയ എന്ന് പറയുന്നത്. ബൈപോളാറിസ് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ ഫേൺ ലീഫ് പോലെ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെയൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ഒരു ഇതുണ്ടല്ലോ ഫേൺ ലീഫ്, അതുപോലെയുള്ള ഇല പോലെയുള്ള സ്ട്രക്ചർ ആയിരിക്കും ഇതിനുണ്ടാവുക. സിംബോയിഡൽ കൊനീഡിയ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കർവുലേറിയ ഉണ്ട്. കർവുലേറിയ എന്ന് പറയുന്നത് ഇതുപോലെ കർവ്ഡായിട്ട് ഇങ്ങനെ ഇങ്ങനെ കർവ്ഡായിട്ട് കാണുന്ന സ്ട്രക്ചർ ആയിരിക്കും കർവുലേറിയ ഒക്കെ ഉണ്ടാവുക. ഒരു ബ്ലാക്ക് കളറായിട്ട് ആണ് അതിന്റെ കോളനിയൊക്കെ ഉണ്ടാവുക. പിന്നെ എക്സോഫിയല എന്ന് പറയുന്നത് ഇതുപോലെ 1 celled ആയിട്ട് ഇങ്ങനെ അരിമണി പോലെയുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. സോ ദീസ് ഓൾ ആർ ദ മേജർ എത്തിയോളജിക്കൽ ഏജൻസ് ഓഫ് ഫിയോഐഫോമൈക്കോസിസ് എന്ന് പറയുന്നത്. സോ ഇത് ലാബ് ടെക്നീഷ്യൻ ലെവലിൽ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുത്തുന്നുള്ളൂ. സോ നെക്സ്റ്റ് വൺ ഇസ് റൈനോസ്പൊറിഡിയോസിസ്. സോ റൈനോസ്പൊറിഡിയോസിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദ സബ്ക്യൂട്ടേനിയസ് മൈക്കോസ് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഫംഗസ് ആണ് റൈനോസ്പൊറിഡിയോസിസ് എന്ന് പറയുന്നത്. കാരണം ഇത് ഫംഗസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫംഗസ് ആണോ എന്ന് ഡൗട്ട് വരും. ഇത് പാരസൈറ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരസൈറ്റ് ആണോ എന്ന് ഡൗട്ട് വരും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓർഗാനിസം ആണ് റൈനോസ്പൊറിഡിയോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പണ്ട് ഒരു ന്യൂമോസിസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയില്ലേ? അപ്പൊ ന്യൂമോസിസ്റ്റിസിന്റെ കേസിലും ഇങ്ങനെ തന്നെയാണ്. അത് ഫംഗസ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗസ് ആണ്, പക്ഷെ പാരസൈറ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരസൈറ്റും ആണ്. അതായത് രണ്ടിന്റെയും കുറച്ച് ഫീച്ചേഴ്സുകൾ കാണിക്കുന്ന ടൈപ്പ് ഓഫ് ഓർഗാനിസം ആണ് റൈനോസ്പൊറിഡിയോസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൈനോസ്പൊറിഡിയം എന്ന് പറയുന്ന സ്പീഷീസ്. ഓക്കെ, സോ റൈനോസ്പൊറിഡിയം മെയിൻലി കോസ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ മൂക്കിൽ നോസിനെയാണ് മെയിനായിട്ട് എഫക്ട് ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യുന്നു? ഒരു ഫ്രയബിൾ പോളിപ്സ്, ഈ ലെഷൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ്? ലാർജ് ഫ്രയബിൾ പോളിപ്സ് ഇൻ ദ നോസ് ആണ് റൈനോസ്പൊറിഡിയോസിന്റെ മേജർ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. സോ എന്താണ്? ഫ്രയബിൾ പോളിപ്സ് ഇൻ ദ നോസിൽ കാണിക്കുന്ന ഫ്രയബിൾ പോളിപ്സ് ആണ് അതിന്റെ ഏറ്റവും വലിയ ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത്. അതൊരു വൈറ്റ് കളറായിട്ട് കുറച്ചൊരു ബ്രിട്ടിൽ ആയിട്ടുള്ള രീതിയിൽ കുറച്ചൊരു ഹാർഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അവിടെ ഫോം ചെയ്യുക. ദാറ്റ് ഈസ് ഫ്രയബിൾ പോളിപ്സ് ഇൻ ദ നോസ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണും. ഓക്കെ, എന്നിട്ട് ഈ മൂക്കിൽ നിന്ന് വന്നതിന് ശേഷം എന്നിട്ടാണ് ബാക്കിയുള്ള ഏരിയകളിലേക്ക് വരുന്നതും. മറ്റുള്ള ഏരിയാസിലൊക്കെ അത് വരുന്നുണ്ട്, പക്ഷെ എന്താണ്? വളരെ ലീസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ റയർ ആയിട്ട് കാണിക്കുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഈ ഒരു നേസൽ ഏരിയയിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണിക്കാറുള്ളത്. സോ അത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. റൈനോസ്പൊറിഡിയോസിസ് ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഏരിയ ഏതാണ്? അപ്പൊ ഈ റൈനോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എന്താണ്, അത് നേസൽ ക്യാവിറ്റിയെയാണ് എഫക്ട് ചെയ്യുന്നത്. പക്ഷെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇത് നേസൽ ക്യാവിറ്റിയെ
മാത്രം അല്ല എഫക്ട് ചെയ്യുന്നത്, മറ്റുള്ള കൺജക്റ്റീവ, ഇയേഴ്സ്, ലാറിങ്സ്, ബ്രോങ്കസ് ആൻഡ് ജെനിറ്റാലിയ റീജിയണിലൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. ബട്ട് ലെസ് കോമൺ. ഓക്കെ, എന്താണ്, കൂടുതലായിട്ട് കാണിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഏതൊക്കെ പാർട്സിലാണ് കാണിക്കുന്നത്, അതിന്റെ ലെഷൻസിന്റെ പ്രത്യേകത കിട്ടിയല്ലോ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അതിന്റെ എത്തിയോളജിക്കൽ ഏജന്റ്, ദാറ്റ് ഈസ് റൈനോസ്പോറിഡിയം സീബറി. ഓക്കെ, റൈനോസ്പോറിഡിയം സീബറി എന്ന് പറയുന്ന ഏജന്റ് ആണ് റൈനോസ്പോറിഡിയോസിസ് കോസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ടാക്സോണമിക്കൽ സ്റ്റാറ്റസ് ഇസ് കോൺട്രവേഴ്ഷ്യൽ ആൻഡ് സം ബിലീവ് ദാറ്റ് ഇറ്റ്സ് എ ഹൈഡ്രോഫിലിക് പ്രോട്ടിസ്റ്റ്. ഇതൊരു പാരസൈറ്റ് അല്ലെങ്കിൽ വെള്ളത്തിൽ കാണുന്ന ഒരു പാരസൈറ്റ് ആണെന്നാണ് പണ്ടൊക്കെ വിചാരിച്ചിരുന്നത്. ബിക്കോസ് ഇതിനെന്താണ്, ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. ഇതിനൊരു ട്രോഫോസൈറ്റും ഒരു എന്താ പറയുക ഒരു സ്പെറിയൂൾസും അതിനൊരു എന്താ പറയുക ഒരു എൻഡോസ്പോറും അങ്ങനെയുള്ള ഒരു സൈക്കിൾ ഇതിനുണ്ട്. മറ്റുള്ള ഫംഗസുകൾക്കൊന്നും നമ്മൾ അങ്ങനെ സൈക്കിൾ പഠിച്ചു. ലൈഫ് സൈക്കിൾ നമ്മൾ മെയിൻ ആയിട്ട് പറയാം പാരസൈറ്റ്സിന്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലൈഫ് സൈക്കിള് റൈനോസ്പോറിഡിയോസിനുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഒരു പാരസൈറ്റ് ആയിട്ട് പണ്ട് കാലത്തൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്കൊക്കെ വരുമ്പോഴാണ് അത് നമ്മുടെ മോളിക്കുലാർ സീക്വൻസിംഗ് ഒക്കെ വരുമ്പോഴാണ് അതിനെ ഫംഗസ് ആയിട്ടൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പോഴും ഒരു ട്രൂ ഫംഗസ് ആയിട്ട് നമുക്ക് റൈനോസ്പോറിഡിയത്തിനെ പറയാൻ പറ്റില്ല. പല ഫീച്ചേഴ്സുകളും പാരസൈറ്റിൻ്റെതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്തു വെക്കുക. അങ്ങനെ കാണിക്കുന്ന ഒരു ഫംഗസ് ആണ് റൈനോസ്പോറിഡിയം സീബറി എന്ന് പറയുന്നത്. ചിലപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ പാരസൈറ്റ്സിന്റെ കേസിലേക്ക് കീഴിലായിരിക്കും റൈനോസ്പോറിഡിയം കാണുക. സോ അതുകൊണ്ട് റൈനോസ്പോറിഡിയം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ആൻഡ് ഇതിന്റെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാഗ്നന്റ് വാട്ടർ ആണ്, കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് ഇവിടുത്തെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇത് എങ്ങനെയാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻഹലേഷൻ വൈൽ ടേക്കിംഗ് ബാത്ത് ഇൻ ദ കണ്ടാമിനേറ്റഡ് പോൺസ് ആൻഡ് റിവർ. അതായത് ഒരു പൂളിനകത്ത് ഒരു കുളത്തിനകത്ത് എന്തെങ്കിലും കണ്ടാമിനേഷൻസ് ഉണ്ടെങ്കിൽ, ഈ റൈനോസ്പോറിഡിയത്തിന്റെ കണ്ടാമിനേഷൻസ് ഉണ്ടെങ്കിൽ, അതിന്റെ സ്പോർട്സുകളൊക്കെ ഉണ്ടെങ്കിൽ, അതിൽ ആരെങ്കിലുമൊക്കെ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ നാസൽ ക്യാവിറ്റി വഴി അത് ഇൻഹേൽ ചെയ്തിട്ട് അല്ലെങ്കിൽ നാസൽ ക്യാവിറ്റി വഴി അകത്തോട്ടേക്ക് കടന്നിട്ടാണ് അവിടെ ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ചോദിക്കട്ടെ, ഇതേപോലെ നമ്മളുടെ എന്താ പറയാ വാട്ടർ ബോഡീസിൽ സ്വിമ്മിങ് ചെയ്യുന്നത് വഴിയൊക്കെ ഇൻഫെക്ഷൻ വരുന്ന ഒരു പാരസൈറ്റ് ഉണ്ട്. ഏതാണത്? ഏറ്റവും കൂടുതൽ മറ്റൊരു പേരെന്താണ്? യെസ്, ബ്രെയിൻ അമീബ. പലപ്പോഴും നമ്മൾ ന്യൂസ് പേപ്പറുകളിലൊക്കെ കണ്ട കാര്യമില്ല, ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നറിയപ്പെടുന്നത് എന്താണ്, നമ്മളുടെ നൈജീരിയ ഫൗളറിയാണ്. ഓക്കെ, അതേപോലെ തന്നെ വേറൊരു ഇതും ഉണ്ടായിരുന്നു, അതായത് ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ എന്നറിയപ്പെടുന്നത് ഏതാ അറിയോ? ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ എന്നറിയപ്പെടുന്നത് നമ്മളുടെ ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് ആണ്. ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ് ഒക്കെയാണ് ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ എന്നറിയപ്പെടുന്നത്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കോമൺ നെയിംസുകളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ, ബ്രെയിൻ ഈറ്റിംഗ് അമീബ, അങ്ങനെ കുറേ പേരുകളുണ്ട്. ഓക്കെ, അത് നമുക്ക് ബാക്ടീരിയോളജിയുടെ കേസിലൊക്കെ പറയാം. അപ്പോൾ എനിവേ എന്താണ് ഇവിടെ വരുമ്പോൾ എന്താണ് കൺഫ്യൂഷൻ വരരുത്. കാരണം എന്താണ്, ഇവിടെ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈനോസ്പോറിഡിയം എന്താണ് പാരസൈറ്റ് ആണെന്ന് നമുക്ക് ചില ഡൗട്ട് ഉണ്ട്. പക്ഷെ എന്നാലും എന്താണ് പാരസൈറ്റ് അല്ല. പക്ഷെ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് അറിയപ്പെടുന്നത് നെഗ്ലേറിയ ഫൗളറിയാണ്. പക്ഷെ ഇവിടെ എന്താണ് സ്റ്റാഗ്നന്റ് വാട്ടർ വഴി തന്നെയാണ് ഇവിടെ നമുക്ക് ഇൻഫെക്ഷൻസ് കിട്ടുന്നത്. അപ്പോൾ രണ്ടും കൂടി കൺഫ്യൂഷൻ ആയി പോകരുത്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സോ ഇവിടുത്തെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷനും കിട്ടി, അതേപോലെ തന്നെ മോഡ് ഓഫ് ട്രാൻസ്മിഷനും കിട്ടില്ലേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. വളരെ സ്ലോലിയാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഇവിടുത്തെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ്. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് നോസിനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാസൽ റൈനോസ്പോറിഡിയോസിസ് എന്ന് പറയാം, കണ്ണിനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒക്കുലർ റൈനോസ്പോറിഡിയോസിസ് എന്ന് പറയാം, സ്കിന്നിലൊക്കെയാണ് മെയിനായിട്ട് വരുന്നുണ്ടെങ്കിൽ ക്യൂട്ടേനിയസ് റൈനോസ്പോറിഡിയോസിസ് എന്ന് പറയാം. മറ്റുള്ള ഡിസമിനേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള ഏരിയകളിലേക്ക് സ്പ്രെഡ് ആയിട്ട് വരികയാണെങ്കിൽ അതിന് നമുക്ക് മിസലേനിയസ് റൈനോസ്പോറിഡിയോസിസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും തരത്തിലുള്ള ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസുകൾ റൈനോസ്പോറിഡിയോസിന്റെ കേസിൽ കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത്തരത്തിലുള്ള പല മാനിഫെസ്റ്റേഷൻസുകളാണ് അവിടെ കാണിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു എന്താണ് ഒരു ലൈഫ് സൈക്കിൾ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്താണ് നമ്മുടെ റൈനോസ്പോറിഡിയത്തിന് എന്താണ് ഒരു ലൈഫ് സൈക്കിൾ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇതുപോലെയാണ് അതിന്റെ ലൈഫ് സൈക്കിൾ വരിക. അതിനൊരു ട്രോഫോസൈറ്റ് ഉണ്ടാവും. ആ ട്രോഫോസൈറ്റിൽ നിന്ന് എന്താണ് അത് ട്രോഫോസൈറ്റ് ഉണ്ട്. ട്രോഫോസൈറ്റിൽ നിന്ന് എന്താണ് അടുത്ത സ്ട്രക്ചർ ആയിട്ട് മാറുന്നു. അടുത്ത ഇങ്ങനെ സ്പൊറാഞ്ചിയം ആയിട്ട് മാറുന്നു. സ്പെറൂൾ വേറെയാണ്, ഇവിടെ സ്പൊറാഞ്ചിയമാണ്. ഓക്കെ, കൺഫ്യൂഷൻ ആയി പോയത്. അപ്പോൾ എന്താണ് ട്രോഫോസൈറ്റിൽ നിന്നും സ്പൊറാഞ്ചിയം ആയിട്ട് മാറുന്നു. ഓക്കെ, സ്പൊറാഞ്ചിയം ആയിട്ട് മാറുന്നു. ഈ സ്പൊറാഞ്ചിയം എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രക്ചറാണ് സ്പൊറാഞ്ചിയം എന്ന് പറയുന്നത്. ഈ സ്പൊറാഞ്ചിയത്തിനകത്ത് വരുന്ന ചെറിയ ചെറിയ സ്ഫിയേഴ്സ് സർക്കിൾസുകൾ ഉണ്ടോ, ഇതാണ് എൻഡോസ്പോർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ സ്പൊറാഞ്ചിയത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? എൻഡോസ്പോർ ഫിൽഡ് സ്പൊറാഞ്ചിയമാണ്. ഓക്കെ, എന്താണ് സ്പൊറാഞ്ചിയത്തിന് അകത്ത് എന്താണ് ഒരുപാട് എൻഡോസ്പോറുകൾ ഉണ്ട്.
അപ്പോൾ ഈ ട്രോഫോസൈറ്റിൽ എന്ത് ചെയ്യുന്നു, നമ്മളുടെ സ്പൊറാഞ്ചിയം ഉണ്ടാവുന്ന ആ സ്പൊറാഞ്ചിയത്തിനകത്ത് എന്ത് ചെയ്യുന്നു, ഒരുപാട് എൻഡോസ്പോറുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് ലാസ്റ്റ് തിങ്ങി നിറക്കുമ്പോൾ എന്താണ്, അത് ലാസ്റ്റ് റപ്ചർ ആയിട്ട് പോകുന്നു. ഓക്കെ, റപ്ചറായി വന്നിട്ട് ഈ എൻഡോസ്പോറുകൾ പുറത്തേക്ക് വരുന്നു. ഈ എൻഡോസ്പോറിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അടുത്ത ട്രോഫോസൈറ്റ് ഉണ്ടാവുന്നു. ആ ട്രോഫോസൈറ്റിൽ നിന്ന് അടുത്ത സ്പൊറാഞ്ചിയം, അങ്ങനെ അങ്ങനെ അതിന്റെ ആ ഒരു ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആയി വരുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അതിൽ കോംപ്ലിക്കേറ്റഡ് ആയി പോകേണ്ട ആവശ്യമൊന്നുമില്ല. 3 സ്റ്റേജസ് ഉണ്ട് എന്നുള്ള അറിഞ്ഞിരിക്കുക. ട്രോഫോസൈറ്റ്, സ്പൊറാഞ്ചിയ, ആൻഡ് അതിനകത്ത് എൻഡോസ്പോർ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഓക്കെ, 3 ടേംസുകൾ കിട്ടിയല്ലോ, ട്രോഫോസൈറ്റ്, സ്പൊറാഞ്ചിയ ആൻഡ് എൻഡോസ്പോർ. ഓക്കെ, അപ്പൊ ഇതൊക്കെ വരുന്നത് റൈനോസ്പോറിഡത്തിലാണ്. ആൻഡ് അവിടുത്തെ ലാബ് ഡയഗ്നോസിസിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ ആ ഒരു സ്ട്രക്ചറിനെ നമുക്ക് സ്പെറിയൂൾസ് എന്നും പറയാൻ പറ്റും കേട്ടോ. അതായത് നമുക്ക് സ്പെറിയൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് സ്പൊറാഞ്ചിയ അപ് ടു 350 മൈക്രോമീറ്റർ സൈസ് ആൻഡ് കണ്ടെയ്ൻ ന്യൂമറസ് എൻഡോസ്പോർസ്. ഓക്കെ, മൈക്രോമീറ്റർ ആണ് ഇവിടെ. സോ എന്താണ്, അതിനകത്ത് എന്താണ്, സ്പൊറാഞ്ചിയം ഉണ്ട്. ഇതാണ് സ്പൊറാഞ്ചിയം എന്ന് പറയുന്നത്. ഇതുപോലെ കണ്ടോ, ഇതാണ് സ്പൊറാഞ്ചിയം എന്ന് പറയുന്നത്, ഈ ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ. അതിനകത്ത് എന്താണ്, ന്യൂമറസ് നമ്പർ ഓഫ് എൻഡോസ്പോർസ് ഉണ്ട്. ഈ ഒരു സ്ട്രക്ചറിനെ നമുക്ക് പറയുന്ന പേരാണ് സ്പെറിയൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്പെറിയൂൾസ് നമുക്ക് കാണുക നമ്മളുടെ എന്താണ്, ഹിസ്റ്റോപത്തോളജിക്കൽ സ്മിയേഴ്സ് ഒക്കെ എടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ടിഷ്യൂസിനകത്താണ് കാണുക. അപ്പൊ നമുക്ക് ഹിസ്റ്റോപത്തോളജിക്കൽ സ്റ്റെയിനിങ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യേണ്ടി വരിക. സോ HND, GMS സ്പേസ്, അതേപോലെ തന്നെ NGG, പാപ് സ്റ്റെയിൻ പോലെയുള്ള സ്റ്റെയിൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അവിടെ സ്പെറിയൂൾസിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് other major important thing that is Rhinosporidium seabirri has not been cultivated yet. ഇതുവരെ നമുക്ക് എന്താണ്, കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട് റൈനോസ്പോറിഡിയം കൾച്ചർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ. പക്ഷെ എനിവേ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പറയുന്നത് എന്താണ്, കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ റൈനോസ്പോറിഡിയം ഈസ് എ നോൺ കൾട്ടിവേറ്റബിൾ ഫംഗസ്. ഓക്കെ, കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റാത്ത ഫംഗസ് ആയിരിക്കും. അപ്പൊ റൈനോസ്പോറിഡിയം SDAയിൽ എന്ത് ടൈപ്പ് ഗ്രോത്ത് ആയിരിക്കും തരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ്, നോ ഗ്രോത്ത് എന്നുള്ളതാണ് പറയാം. ഓക്കെ, അപ്പോൾ റൈനോസ്പോറിഡിയം സീബറി എന്ന് പറയുന്നത് എന്താണ്, നോർമൽ കൾച്ചർ മീഡിയയിൽ അവിടെ ഗ്രോത്ത് തരുന്നില്ല. ഓക്കെ, ക്ലിയർ ആയോ? അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ഇവിടെ മ്യൂസിക് കാർമിൻ സ്റ്റെയിനും ചെയ്യാൻ പറ്റും. ഇവിടെ എന്താണ്, ഒരു മ്യൂസിക് കാർമിനോഫിലിക് സെൽ വാൾ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്താണ്, മ്യൂസിക് കാർമിൻ സ്റ്റെയിനും ചെയ്യാൻ പറ്റും. ഓക്കെ, മ്യൂസിക് കാർമിൻ സ്റ്റെയിൻ യൂസ് ചെയ്യുന്ന മറ്റൊരു ഓർഗാനിസം ഉണ്ടായിരുന്നു. ഏതായിരുന്നു? ഞാൻ ജനറൽ ഇൻട്രൊഡക്ഷന്റെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? മ്യൂസിക് കാർമിൻ സ്റ്റെയിൻ യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ഓർഗാനിസത്തിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് റൈനോസ്പോറിഡിയം ആണ്, മറ്റേത് ഏതാണ്? ആർക്കും അറിയില്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടുപിടിച്ച് പോരുട്ടോ. ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് ആർക്കും ഓർമ്മയില്ലേ? മ്യൂസിക് കാർമിൻ സ്റ്റെയിൻ ഏതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ക്രിപ്റ്റോകോക്കസ്. യെസ്, മ്യൂസിക് കാർമിൻ സ്റ്റെയിൻ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ക്രിപ്റ്റോകോക്കസിന്റെ കേസിലും അതേപോലെ തന്നെ റൈനോസ്പോറിഡത്തിന്റെ കേസിലുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ മ്യൂസിക് കാർമിൻ സ്റ്റെയിൻ നമുക്ക് റൈനോസ്പോറിഡത്തിന്റെ കേസിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നാലും മതി. സോ അപ്പോൾ ഓരോ എന്താ പറയുക, ഫംഗസുകൾ പഠിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് യുണീക്ക് ഫീച്ചേഴ്സുകൾ ഉണ്ട്. അപ്പൊ ആ ഒരു ഫീച്ചേഴ്സുകളിൽ നിന്നാണ് മെയിൻ ആയിട്ട് ചോദിക്കുള്ളൂ. ഇപ്പൊ സീബറിൻ റൈനോസ്പോറിഡിയം പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് നോൺ കൾട്ടിവേറ്റബിൾ. അതേപോലെ തന്നെ മ്യൂസിക് കാർമിൻ സ്റ്റെയിൻ, അതേപോലെ തന്നെ സ്പെറൂൾസ് പ്രസന്റ് ആണ്. ഇത്രയും കാര്യങ്ങളിൽ നിന്നൊക്കെ മാക്സിമം ചോദിക്കാനുള്ള ചാൻസ് ഉള്ളൂ. ഓക്കെ, സോ അതേപോലെ തന്നെ കേസ് സ്റ്റഡീസ് ചോദിക്കുമ്പോഴും എന്താണ്, ഇതേപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, സോ എനി ഡൗട്ട്സ്? എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സബ്ക്യൂട്ടേനിയസ് നമ്മൾ ഇതോടുകൂടി ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു ഓർഗാനിസം ഉള്ളത് ലോബോമൈക്കോസിസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ട്. ലോബോമൈക്കോസിസ്, ഇത് ലാബ് ടെക്നീഷ്യൻ ലെവലിൽ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ലോബോമൈക്കോസിസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ട്. അത് സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് ആണ്. ഇറ്റ് ഈസ് കോസിംഗ് ബൈ ലക്കാസിയ ലോബോയ് എന്ന് പറയുന്ന ഒരു ഏജന്റ് ആണ് ഇത് കോസ് ചെയ്യുന്നത്. ലക്കാസിയ ലോബോയ് എന്ന് പറയുന്ന ഒരു ഏജന്റ് ആണ് ഇത് കോസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എ ഡൈമോർഫിക് ഫംഗൈ. ഇതെന്താണ്, ഒരു ഡൈമോർഫിക് ഫംഗൈ ആണ്. ഓക്കെ, മനസ്സിലായോ? എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് സബ്ക്യൂട്ടേനിയസ് ഡൈമോർഫിക് ഫംഗൈ എന്ന് പറയുന്നത് റൈനോസ്പോറിഡിയം ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോറി, സ്പോറോത്രിക് ശംഖി ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണ്, ലക്കാസിയ ലോബോയ് എന്ന് പറയുന്ന ഫംഗസ് എന്താണ്, സബ്ക്യൂട്ടേനിയസ് ഡൈമോർഫിക് ഫംഗസ് ആണ്. പക്ഷെ ഒരു റയർ ആയിട്ട് കാണുന്ന ഫംഗസ് ആണ്. ഓക്കെ, സ്പോറോത്രിക്സ് ആണ് മിക്കവാറും നമ്മളുടെ ഒരു PSC ലെവലിൽ ചോദിക്കുള്ളൂ. ഇത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്പോറോത്രിക്സിന്റെ കാര്യം. സോ ലക്കാസിയ ലോബോയ് എന്ന് പറയുന്ന ഒരു ഡൈമോർഫിക് സബ്ക്യൂട്ടേനിയസ് ഫംഗസ് കോസ് ചെയ്യുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ലോബോമൈക്കോസിസ്.
ഓക്കെ, ആ ഒരു കാര്യം മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാലും മതി. സോ എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സബ്ക്യൂട്ടേനിയസ് വരെയുള്ള ഭാഗങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലിയർ ചെയ്യാം. എനി ഡൗട്ട്സ്? പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ? യെസ്, ഓക്കെ. ആർക്കും ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. ഓക്കെ, മൈക്കോളജി ഇതുവരെ എടുത്ത എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ഓക്കെ, ഇല്ല, എവറിത്തിങ് ക്ലിയർ? യെസ്, ഓക്കെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ചെയ്യാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോവിങ് കനോട്ട് ബി കൾട്ടിവേറ്റഡ് ഇൻ ആർട്ടിഫിഷ്യൽ? ഏതാണ് താഴെ കൊടുത്തത്? ആർട്ടിഫിഷ്യൽ കൾച്ചർ മീഡിയയിൽ ഗ്രോത്ത് റൈനോസ്പോറിഡിയം സീബറി എന്ന് പറയുന്നതാണ്. യെസ്, ഓക്കെ, റൈനോസ്പോറിഡിയം സീബറി ഈസ് ദ റൈറ്റ് ആൻസർ. ക്രിപ്റ്റോകോക്കസ് നിയോഫോർമൻസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷെ എന്നിരുന്നാലും നമ്മൾ ജസ്റ്റ് പറയാം. സബ്രോടെക്സ്ട്രോസഗാറിൽ വരുന്ന കോളനി എന്ന് പറയുന്നത് കുറച്ച് ക്രീമി കോളനി ആയിരിക്കും വരിക. എന്താണ്? ക്രീമി വൈറ്റ് കോളനീസ് ആയിരിക്കും ക്രിപ്റ്റോകോക്കസിന്റെ കോളനി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ഈസ്റ്റ് ലൈക്ക് ആണോ ഈസ്റ്റ് ആണോ ക്രിപ്റ്റോകോക്കസ്? ഈസ്റ്റ് ആണ്. ഈസ്റ്റ് ലൈക്കിന് എക്സാമ്പിൾ ഏതാണ്? ഓക്കെ, ബ്ലാസ്റ്റോമൈസ് നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. സ്പോറോത്രിഷങ്കി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ബ്ലാക്ക് കളർ ആയിട്ട് മാറുക ചെയ്യുക. ആദ്യം വൈറ്റ് കളർ ആയിരിക്കും ഇതിന്റെ കോളനി എന്ന് പറയുമ്പോൾ കുറച്ച് കാലം നമ്മൾ എന്താണ് റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്? അത് ബ്ലാക്ക് കളർ ആയിട്ട് മാറുന്നു. ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആർ ഓർ ട്രൂ ഓഫ് ഡൈമോർഫി ഫംഗി? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഡൈമോർഫി ഫംഗിക്ക് ട്രൂ ആയിട്ടുള്ള ഏതാണ്? ഓൾ ഓഫ് ദ എബോവ്. ഉറപ്പാണോ? ഓൾ ഓഫ് ദ എബോവ്. കാരണം എന്താണ്? ഈസ്റ്റ് ഫോം 37-ലും മൈസീലിയൽ ഫോം 25-ലും ആൻഡ് സ്പോറോത്രിഷങ്കി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡൈമോർഫിക്. എന്ത് ഡൈമോർഫിക് ഫംഗസ് എന്നാണ് പറഞ്ഞത്? ഇറ്റ് ഈസ് എ സബ്ക്യൂട്ടേനിയസ് ഡൈമോർഫിക്. ഓൾ ഓഫ് ദ എബോവ് ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കേസ് സ്റ്റഡി ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ? അല്ലല്ലോ. ഒരു 35-year-old man residing in Mexico comes to hospital. ഇത് ചെയ്തതാണോ ക്വസ്റ്റ്യൻ? ഇല്ല. ഓക്കെ, അപ്പൊ ഒന്ന് പെട്ടെന്ന് വായിച്ചിട്ട് പെട്ടെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ ഇവിടെ നമുക്ക് കൺഫ്യൂസിങ് ആക്കാനുള്ള ഓപ്ഷൻസുകളൊന്നും കൊടുത്തിട്ടില്ല, വേറെ സബ്ക്യൂട്ടേനിയസ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസുകൾ മൈക്രോബയോളജി ഭാഗത്ത് നിന്ന് PSCക്ക് എന്റെ അറിവിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ പെത്തോളജിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മേ ബി വരുന്ന എക്സാമിനൊക്കെ ചോദിച്ചേക്കും, കാരണം അതിന്റെ സ്റ്റാൻഡേർഡ് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ മ്യൂട്ട് കേസ് സ്റ്റഡി ലൈക്ക് ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കുമ്പോൾ ഉള്ള ഒരു മേജർ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലോങ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് വായിക്കാനുള്ള ഒരു മടി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസിലാണെങ്കിലും നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ അതിൽ ഒരു കുറച്ച് ട്രാപ്പ് ഹോൾസ് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. സോ അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ എന്താ ചെയ്യുക? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? ഇതിന്റെ ഓരോ ഇയറും അതിന്റെ ഏജും കാര്യങ്ങളൊക്കെ മാൻ എന്ന് പറയുന്നതൊക്കെ അതിന്റെ തന്നെയാണ്, ക്ലിനിക്കൽ ഫീച്ചർ തന്നെയാണ്. പക്ഷെ എനിവേ നമുക്ക് മേജർ ആയിട്ട് വേണ്ടത് അതിന്റെ ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ തന്നെ അസോസിയേഷൻസ്, ലെഫ്റ്റ് തമ്പ് ഏത് ഭാഗത്താണെന്നുള്ളത്, അതേപോലെ തന്നെ കട്ട് വൈൽ ടേക്കിംഗ് കെയർ ഓഫ് പ്ലാന്റ്സ് ഇൻ ഇറ്റ്സ് ഗാർഡന്, അതേപോലെ തന്നെ അങ്ങനെ വന്നിട്ട് മോർ പെയിൻഫുൾ സെക്കൻഡ് ആണ് ഇൻഫെക്റ്റഡ് സൈറ്റ് കൾച്ചർ ഫംഗൽ എക്സാമിനേഷൻ. ക്രീം കളേർഡ് കോളനി അപ്പിയർഡ് വിത്തിൻ 3 days ആൻഡ് കോളനി ഗ്രോത്ത് അപ്പിയർഡ് ബ്രൗൺ ആഫ്റ്റർ ഫ്യൂ ഡേയ്സ്. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് കിട്ടി എന്താണ്? ഗാർഡന് കിട്ടി. ഗാർഡൻ കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഗാർഡനേഴ്സ് ഡിസീസ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസിലാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ആൻഡ് പിന്നെന്ത് പറഞ്ഞു അവര്? ഇങ്ങനെ കോളനി ആദ്യം ക്രീം കളർ ആയിരിക്കും, പിന്നെ 3 ദിവസം കഴിയുമ്പോൾ എന്താണ് അത് ബ്രൗൺ കളർ ആയിട്ട് മാറും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് സ്പോറോത്രിക്സ് ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇത്തരത്തിലുള്ള കുറച്ച് ലൂപ്പ് ഹോൾസുകൾ എല്ലാ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസുകളിലും ഉണ്ടാവും. ഇപ്പൊ മുമ്പ് ഒരു പെത്തോളജി ക്വസ്റ്റ്യനിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയായിട്ട് ചോദിച്ചത്. അപ്പൊ അതിൽ ഓൾറെഡി എല്ലാ ടേംസുകളും അവർ കൊടുത്തിട്ടുണ്ട്. എന്താണ് RBCയുടെ സൈസ്, മറ്റുള്ള അതിന്റെ കോൺസെൻട്രേഷൻ, അതിന്റെ എല്ലാ സംഭവങ്ങളും
അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് ചോദിച്ചിട്ടില്ല, എന്താണ് ചെറിയ സൈസുള്ള RBC കാണിക്കുന്ന കണ്ടീഷൻ ഏതാണല്ല ചോദിച്ചത്. അതിന്റെ സൈസ് കൊടുത്തു. നമുക്കറിയാം നോർമൽ RBCയുടെ സൈസ് എന്ന് പറയുന്നത് 7.2 ആണ്. അപ്പോൾ അതിന്റെ ലെസ്തർ ആയിട്ട് വരികയാണെങ്കിൽ എന്താണ് മൈക്രോസൈറ്റിക് ആണ്. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടാണ് അവർ ചോദിക്കുക. പക്ഷെ എന്താണ് കൺസെപ്റ്റ് കിട്ടിയ ആൾക്കാർക്ക് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ടെക്നിക്ക് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ കുറച്ച് നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സുകൾ ഉണ്ടാവും. അത് ക്വസ്റ്റ്യൻ തന്നെ മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യുക, ക്വസ്റ്റ്യൻ 2 തവണ വായിച്ചു നോക്കുക. ഒരിക്കലും 2-3 തവണ വായിക്കാതെ കേസ് സ്റ്റഡി ആൻസർ ചെയ്യരുത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, അതിൽ നമുക്ക് ഡൗട്ടുള്ള ടേംസുകൾ എന്ത് ഇതുപോലെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 2 തവണ വായിച്ചതിന് ശേഷം ആൻസറിലേക്ക് എത്തുക. സോ എങ്ങനെയാണ് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്യാന്നുള്ളത് കിട്ടിയല്ലോ. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് വേറെ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വരാനില്ല. സോ ഇയർ സ്പോറോത്രിക് ശങ്കി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്, ഓക്കെ. കേസ് സ്റ്റഡി നമുക്ക് പല ലെവലിലും ഇത് മൈക്രോയിൽ മാത്രമല്ല കേട്ടോ, പാത്തോളജിയിലും മെയിൻലി മെറ്റോളജിയിലൊക്കെ ചോദിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ദ കൾച്ചറൽ ക്യാരക്ടേഴ്സ് ഓഫ് ഫംഗസ് കോസിംഗ് സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ്? സബ്ക്യൂട്ടേനിയസ് മൈക്കോസിന്റെ അല്ലാത്ത ക്യാരക്ടർ Majority of fungus causes often ബി ആണോ? D. ഡി. D option. Majority of fungus. പെട്ടെന്ന് പറയണം, പെട്ടെന്ന് ആൻസർ പറയണം. Majority of fungi cause superficial skin. എല്ലാവരും ഡി ആണ് പറയുന്നത്. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻസ് മുതൽ പോവാം. ഓക്കെ, നമ്മൾ എപ്പോഴും എന്താണ് ക്വസ്റ്റ്യൻസ് എല്ലാ ഓപ്ഷൻസും ജസ്റ്റ് നോക്കണം. ഓക്കെ, എന്താണ് ക്ലാസിഫിക്കേഷൻ ഇൻക്ലൂഡ്സ് ഡൈമോർഫി ഫംഗി. സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസിൽ എന്താണ് ഡൈമോർഫി ഫംഗിയും വരുന്നുണ്ടല്ലോ. കാരണം എന്താണ് സ്പോറോത്രിക്സും അതേപോലെ തന്നെ നമ്മുടെ ലക്കാസിയ ലോബോയൊക്കെ എന്താണ് ഡൈമോർഫിക് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റും ശരി തന്നെയാണ്. ക്ലാസിഫിക്കേഷൻ ഓൺലി ഡൈമോർഫി ഫംഗി എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ഇൻക്ലൂഡ്സ് ഡൈമോർഫി ഫംഗി എന്നുള്ളതാണ്. സോ ഈ ഒരു ഓപ്ഷൻ ശരിയാണ്. അതേപോലെ തന്നെ ഇൻഫെക്ഷൻ ആർ കോസ്ഡ് ബൈ സാപ്രോഫൈറ്റിക് ഫംഗസ്. നമ്മൾ പറഞ്ഞ എന്താണ് മെജോറിറ്റി സബ്ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസുകൾ എന്താണ് സാപ്രോഫൈറ്റിസ് ഫംഗസുകളാണ്. സോയിലിൽ നിന്നൊക്കെയാണ് അല്ലെങ്കിൽ ഡിക്കൈ മാറ്ററുകളിൽ നിന്നൊക്കെയാണ് അധിക സാപ്രോഫൈറ്റിസ് ഫംഗസുകളൊക്കെ കോസ് ചെയ്തെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ ഫീറ്റിലും കാലിൻ്റെ അടിയിലും ഹാൻഡ്സിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് കോസ് ചെയ്യുന്നത്. കാരണം നമ്മൾ മണ്ണുമായിട്ട് കൂടുതൽ എന്താണ് ടച്ച് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഫീറ്റ് ഒക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ കൂടുതൽ വരുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റും ശരി തന്നെയാണ്. And it is usually occurs in tropical regions. Tropical and subtropical regionsiലാണ് ഏറ്റവും കൂടുതലായിട്ട് സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ ഓപ്ഷനും ശരി തന്നെയാണ്. മെജോറിറ്റി ഫംഗി കോസിങ് സൂപ്പർഫിഷ്യൽ സ്കിൻ ഇൻഫെക്ഷൻസ്. സൂപ്പർഫിഷ്യൽ സ്കിൻ ഇൻഫെക്ഷൻസ് അല്ല ഇവർ കോസ് ചെയ്യുന്നത്. ഇവരെന്താണ് സബ്ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസ് ആണ്. സ്കിൻ ഇൻഫെക്ഷൻസ് ചില സമയങ്ങളിൽ കോസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണ് സബ്ക്യൂട്ടേനിയസ് ഇൻഫെക്ഷൻസ് ആണ് അവർ മെജോറിറ്റി ഫംഗസുകളും കോസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താണ് ടിഷ്യൂ ഇൻഫെക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ കോസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് വൺ ഈസ് ദ wrong answer. Sorry, wrong statement. Okay, is it clear? Clear. Yes, okay. And which of the following is most correct statement about eumycotic mycetoma? ഏതാണ്? Why? ഓപ്ഷൻ ഡി. Option D. D. Yes. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മോസ്റ്റ് കറക്റ്റ് ആണ് ഉള്ളത്, നോട്ട് കറക്റ്റ് അല്ല, കറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. A ആണ്. ഓപ്ഷൻ എ. Option A, mycetoma granules. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി പറഞ്ഞ ആളുകൾ ക്വസ്റ്റ്യൻ നേരക്ക് വായിക്കാത്തതായിരിക്കാനാണ് എനിക്ക് ചാൻസ് കൂടുതൽ. കാരണം എന്താണ് ഇവിടെ സൂപ്പർഫിഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം തെറ്റായുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന്. അപ്പോൾ ഇവിടെ മോസ്റ്റ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നായിരിക്കും ചിലപ്പോൾ അവർ വായിച്ചിട്ടുണ്ടാവുക അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനും വായിക്കണം, ആൻസറും വായിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 2 തവണ വായിക്കുക. കാരണം ഒരിക്കലും PSCക്ക് ടൈം കിട്ടാതിരിക്കുന്നില്ല. 100 മാർക്കിന് 1.5 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ കുറെ കാൽക്കുലേഷൻ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ ആൻസർ നന്നായിട്ട് വായിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷനിലേക്ക് വരുമ്പോൾ എന്താണ് ഫസ്റ്റ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുള്ളത് ഇറ്റ് ഷോസ് മെയിൻലി വൈറ്റ് ഓർ ബ്ലാക്ക് ഗ്രാനുൾസ്. യൂമൈസിറ്റോമ എന്ന് പറയുന്നത് എന്താണ്? ഓർമ്മയുണ്ടെങ്കിൽ പെട്ടെന്ന് പറയണേ. യൂമൈസിറ്റോമ എന്ന് പറയുന്നത് ഫംഗസ് കോസ് ചെയ്യുന്നതാണ്. അവിടെ എന്ത് കളർ ഗ്രാനുൾസുകളാണ് ഉണ്ടാവുക? ബ്ലാക്ക് ഓർ വൈറ്റ് കോളനീസ് ആണ്. ബ്ലാക്ക് ഓർ വൈറ്റ് കോളനീസ് ആണ് അവിടെ ഉണ്ടാവുക. ആക്ടിനോമൈക്കോട്ടിക് എന്ന് പറയുന്നത് ആണ്. അവിടെ വൈറ്റ് ഓർ പിങ്ക് കോളനീസ് ഒക്കെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഈ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് തെറ്റു വന്നു? ഡിസീസസ് മോർ ഫ്രീക്വന്റ് ഇൻ കോൾഡർ റീജിയൻസ്. ഇവിടെ ട്രോപ്പിക്കൽ റീജിയൻസിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്.
ആൻഡ് ഇറ്റ് ഈസ് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ വെരി ഈസിലി ആയിട്ടൊന്നും അപ്പുറത്തെ ഒരാൾക്ക് എത്താൻ പറ്റില്ല. കാരണം ഇവിടുത്തെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എന്താണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് എന്താണ്? ഇഞ്ചുറി. ഇഞ്ചുറി, ട്രോമാറ്റിക് അബറേഷൻസ് ഒക്കെയാണ്, അല്ലെങ്കിൽ ആക്സിഡന്റൽ ഇഞ്ചുറി ഒക്കെയാണ് മെയിനായിട്ട് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഓപ്ഷനും തെറ്റാണ്. ആൻഡ് ദിസ് മൈക്കോസിസ് ആർ യൂഷ്വലി സൂപ്പർഫിഷ്യൽ അല്ലല്ലോ, സബ്ക്യൂട്ടേനിയസ് അല്ലേ. സോ ഈ ഒരു ഓപ്ഷനും തെറ്റാണ്. സോ യുവർ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പ്രൈമറി സൈറ്റ് ഓഫ് ഇൻവേഷൻ ഇൻ യൂമൈക്കോട്ടിക് മൈസിറ്റോമ? യൂമൈക്കോട്ടിക് യെസ്, ലെഗ് ആൻഡ് ഫുട്ട്. ഓക്കെ, അപ്പോൾ സബ്ക്യൂട്ടേനിയസ് ആയിട്ട് വരുന്നതൊക്കെ മിക്കവാറും പലതും എന്താണ്, ലെഗ് ആൻഡ് ഫുട്ട് തന്നെയാണ് മിക്കവാറും വരിക. സോ ലെഗ് ആൻഡ് ഫുട്ട് ഇസ് ദ റൈറ്റ് ആൻസർ. Which of the following is the most common likely pathogen that cause actinomycotic mycetoma? നോക്കാഡിയെ ഓക്കെ, ഇത് ഈസിലി നിങ്ങൾക്ക് എന്താണ് ഇതിലേക്ക് എത്താൻ പറ്റും. കാരണം എന്താണ്, ബാക്കിയുള്ളതൊക്കെ എന്താണ്, ഫംഗസുകളാണ്. അതുകൊണ്ട് വേറെ കൺഫ്യൂഷൻ ഒന്നും വരില്ല. സോ ആക്ടിനോമൈക്കോട്ടിക് മൈസിറ്റോമ കോസിംഗ് ബൈ നൊക്കാഡിയ സ്പീഷീസ് ഇൻ ദിസ് ഓപ്ഷൻസ്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലത്തെ കണ്ടിന്യൂഷൻ ആണത്. All of the following statements are true about Demetrius fungi except എന്നുള്ളത് ഓർക്കുക. They have dark pigments in cell wall, induce a granulomatous reaction, formation of conidia. Also in cultures, they are dimorphic fungi. ഏതാണ്? ഏതാണ് ഓപ്ഷൻ? സി ആണ്. ഓപ്ഷൻ സി. എനി അതർ ഓപ്ഷൻ? ജസ്റ്റ് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ വെച്ച് തന്നെയാണ്. ഓപ്ഷൻസ് നന്നായിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. ഇങ്ങനെ ഒന്നും ചിലപ്പോൾ ചോദിക്കില്ല, പക്ഷെ നിങ്ങൾ ഓപ്ഷൻസ് നന്നായിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തതാണ്. എന്താണ്? പെട്ടെന്ന് പറയും. ഗ്രാനുലോമാറ്റസ് റിയാക്ഷൻ. അപ്പോൾ ഓപ്ഷൻ ബി ആയി, ഓപ്ഷൻ സി ആയി. എനി അതർ ഓപ്ഷൻസ്? ഞാൻ പറയാം. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ദേ ആർ ഡൈമോർഫിക് ഫംഗി. ഓക്കെ, ഡെമറ്റീഷ്യസ് ഫംഗി എന്ന് പറയുന്നത് ഡൈമോർഫിക് ഫംഗി ആണോ? അല്ല, ഡെമറ്റീഷ്യസ് ഫംഗി വേറെ, ഡൈമോർഫിക് ഫംഗി വേറെ. ഓക്കെ, ഡൈമോർഫിക് ഫംഗി എന്ന് പറയുന്നത് എന്താണ്, രണ്ട് ഫേസിൽ കാണിക്കുന്നതല്ലേ. അപ്പോൾ ദേ ആർ ഡൈമോർഫിക് ഫംഗി. ഇവിടെ പറയാൻ എന്താണ്, എല്ലാ ഡെമറ്റീഷ്യസ് ഫംഗികളും എന്താണ്, ഡൈമോർഫിക് ഫംഗി ആണ് എന്നാണ് പറഞ്ഞത്. ദേ ഇൻക്ലൂഡ്സ് ഡൈമോർഫിക് ഫംഗി ഒന്നുമല്ല, ദേ ആർ ഡൈമോർഫിക് ഫംഗി എന്നാണ് പറഞ്ഞുള്ളത്. സോ ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് തെറ്റ്. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരും, എന്താണ് ഫോർമേഷൻ ഓഫ് കൊനീഡിയ ഓൾസോ ഇൻ കൾച്ചർ. അതെന്താണ്, ഫെയോയിഫോമൈക്കോസിന്റെ കേസിൽ എന്താണ്, കൊനീഡിയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഫോർമേഷൻ ഓഫ് കൊനീഡിയ ഓൾസോ ഇൻ കൾച്ചേഴ്സ്. ഡെമറ്റീഷ്യസ് ഫംഗിയുടെ കേസിൽ കൊനീഡിയയും കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു ഓപ്ഷൻ ശരിയാണ്. ആൻഡ് ഇൻഡ്യൂസ് ഗ്രാനുലോമാറ്റസ് റിയാക്ഷൻസ്. മെയിൻ ആയിട്ട് കാണിക്കുന്നത് ഗ്രാനുലോമാറ്റസ്, കുറച്ച് ഞൊഡ്യൂൾസുകൾ, കുറച്ച് മുഴ പോലെയാണ് കാണിക്കുന്നത്. പിക്ചർ കണ്ടില്ല, എന്താണ്, കാലിന്റെ മുകളിലും കൈയിന്റെ മുകളിലൊക്കെ ചെറിയ മുഴ പോലെ കാണിക്കുന്നതാണ്, ഞൊഡ്യൂൾസുകൾ ഫോം ചെയ്യുന്നതാണ്. അതാണ് ഗ്രാനുലോമാറ്റസ് ലൈക്ക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാനുലോമാറ്റസ് റിയാക്ഷൻസുകളാണ് കോസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡാർക്ക് പിഗ്മെന്റ്സ് ഇൻ സെൽ വാൾ, അതൊക്കെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഓപ്ഷൻസിലേക്ക് വരിക? കാരണം ഓപ്ഷൻസ് വളരെ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുക. ഓക്കെ, ഇങ്ങനെ ഇത്ര ലെവലൊന്നും PSCക്ക് ചോദിക്കില്ല, പക്ഷെ എനിവേ നിങ്ങൾ ആ ഒരു ഓപ്ഷൻസുകൾ വായിക്കണം എന്നുള്ള ഒരു ഇന്റൻസിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുത്തത്. All of the following organisms cause chromoblastomycosis except ഏതാണ്? ക്രോമോബ്ലാസ്റ്റോമൈക്കോസിന്റെ അല്ലാത്ത ഏജന്റ് ഏതാണ്? ഏതാണ്? ഡെർമറ്റൈറ്റിസ്. എക്സോഫിയാല ഡെർമറ്റൈറ്റിസ് ആണ് ഫിയോഇഫോമൈക്കോസ് കോസിംഗ്. ബാക്കിയുള്ള മൂന്നും എന്താണ്, ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ്. അപ്പൊ ഏജൻസിന്റെ പേരുകൾ പഠിച്ചു നോക്കുക. ഇതുപോലൊക്കെ ആയിരിക്കും ചോദിക്കുക. ആൻഡ് വാട്ട് ഈസ് ദി ടൈപ്പ് ഓഫ് ലെഷൻസ് മോസ്റ്റ്ലി സീൻ ഇൻ ദ ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ്? ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസിൽ കാണിക്കുന്ന ലെഷൻസിന്റെ ഫീച്ചർ എങ്ങനെയാണ്? ഓപ്ഷൻ സി. ഡാർക്ക് പിഗ്മെന്റ് വാട്ടർ ലൈക്ക് സ്കിൻ ലെഷൻസ്. ഡാർക്ക് പിഗ്മെന്റ് വാട്ടർ ലൈക്ക് സ്കിൻ ലെഷൻസ്, അല്ലെങ്കിൽ കോളിഫർ ലൈക്ക് ലെഷൻസ്, അല്ലെങ്കിൽ വെർക്കോസ് ലൈക്ക് ലെഷൻസ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിന്റെ ലെഷൻസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, പിന്നെ ഇനി നെക്സ്റ്റ് കുറച്ചും കൂടെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം. ഓക്കെ സർ. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ,
So chromoblastomycosis is caused by, one second. Chromoblastomycosis is caused by which type of fungi? Chromoblastomycosis caused ചെയ്യുന്ന Pigmented fungi. Demeticious fungi. Demeticious fungi or pigmented fungi. ഓക്കെ, അപ്പോൾ ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസും അതേപോലെ തന്നെ ഫിയോഐഫോമൈക്കോസ് ഒക്കെ എന്താണ് ഡെമറ്റീഷ്യസ് ഫംഗികളാണ് കോസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് നേരെ തിരിച്ച് പറയാൻ പറ്റില്ല. ഡെമറ്റീഷ്യസ് ഫംഗി കോസ് ചെയ്യുന്ന എല്ലാത്തിനും നമുക്ക് എന്താണ് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് എന്ന് പറയാൻ പറ്റില്ല. സോ ആ പോയിന്റ് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. സോ യുവർ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. Next question, which of the following is the most common etiological agent of chromoblastomycosis? Priancia pedros. Option Option B. ഫിയാൻസി അല്ല, ഫോൺസേഷ്യ ആണ്. Fonsesia. ഫോൺസേഷ്യ പെഡ്രോസി. ഓക്കെ, ഫോൺസേഷ്യ പെഡ്രോസി, ഫോൺസേഷ്യ കോമ്പാക്റ്റ, ക്ലാഡോഫിയാല വെറിക്കോസ്, അതൊക്കെയാണ് മെയിൻ ആയിട്ട് കാണുന്ന etiological agents of chromoblastomycosis എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി is the right answer. And the characteristic histopathological finding in chromoblastomycosis. Sclerotic bodies or medullary bodies. Medullary bodies. Spherules filled with endospore എവിടെയാ പറഞ്ഞത്? Rhinosporius. Yes, rhinosporius. Yes, broad based budding yeast ഒക്കെ നമുക്ക് പിന്നീട് പഠിക്കാനുള്ളതാണ്. So sclerotic bodies is the right answer. And chromoblastomycosis primarily affect which part of the body? ഏത് പാർട്ടിനെയാണ് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് എഫക്ട് ചെയ്യുന്നത്? Subcutaneous tissue of the lower limb. ഇവിടെ ആ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ എന്നുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. ചിലപ്പോൾ ലോവർ ലിംസ് എന്നായിരിക്കും ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ലിംസ് തന്നെയാണ് ഏറ്റവും റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ഓഫ് ലോവർ ലിംസ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, which of the following clinical feature is most characteristic of chromoblastomycosis? Option B. Chronic varicose plaques with cauliflower-like lesion. Yes, cauliflower-like lesions കൂടുതലായിട്ട് കാണിക്കുന്നത് chromoblastomycosis തന്നെയാണ്. So option B is the right answer. Okay, and next question. What is the typical appearance of Fonsesia pedrosi colonies on culture? Velvety dark. Creamy knockout colonies. Any other option? Black velvety dark. Velvety dark green colonies. Black velvety dark green colonies. എങ്ങനെയാണ് നിങ്ങൾ ഓപ്ഷനിലേക്ക് എത്തിയത്? എനിക്ക് തോന്നുന്നു ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ എങ്ങനെ നിങ്ങൾ ആ ഒരു ഓപ്ഷനിലേക്ക് എത്തി? Velvety colonies appearance. എന്താണ്? Yes, it is a phioid fungus. കാരണം Fonsesia pedrosi എന്ന് പറയുന്നത് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് കോസ് ചെയ്യുന്ന ഏജന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഈസ് എ പിഗ്മെന്റഡ് ഫംഗി, ഇറ്റ് ഈസ് എ ഡെമറ്റീഷ്യസ് ഫംഗി. അതുകൊണ്ട് അവിടുത്തെ കോളനി എന്ന് പറയുന്നത് ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള കോളനി ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്നത് ആരാണ്? ആകെ ആ ഒരു ഓപ്ഷൻ ബി എ വരുന്നുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അല്ലാതെ നമുക്ക് എല്ലാ ഓർഗാനിസത്തിന്റെയും എല്ലാ മാക്രോസ്കോപ്പിക് അപ്പിയറൻസ് ഒന്നും നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് തീരില്ല. സോ ഓരോന്നിനും അതിൻ്റെതായുള്ള ഫീച്ചറുകളുണ്ട്. പക്ഷെ എനിവേ നമുക്ക് എല്ലാം കൂടെ ഒന്നും പഠിച്ച് തീരില്ല. സോ അതുകൊണ്ട് നമുക്ക് എന്താണ് ഇൻഡയറക്ട്ലി നമുക്ക് എന്താണ് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഹിയർ ബ്ലാക്ക് വെൽവെറ്റ് ഓർ ഡാർക്ക് ഗ്രീൻ കോളനീസ് എന്ന് പറയുന്നത്. അപ്പൊ ബ്ലാക്ക് എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് എന്താണ് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇപ്പൊ ചിലപ്പോൾ എന്താണ് ബ്ലാക്ക് മ്യൂക്കോയിഡ് എന്നൊക്കെയുള്ള ഓപ്ഷൻസ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്താണ് അവിടെ ഡൗട്ട് വന്നേക്കാം. സോ എന്താണ് ബ്ലാക്ക് എന്ന് കാണുകയാണെങ്കിൽ എന്താണ് മിക്കവാറും എല്ലാ കേസിലല്ല മിക്കവാറും അത് ഡെമറ്റീഷ്യസ് ഫംഗി ആയിരിക്കും. ഓക്കെ, എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തിയെന്ന് കിട്ടിയല്ലോ? Fonsesia pedrosi എന്ന് പറയുന്നത് ഒരു ഡെമറ്റീഷ്യസ് ഫംഗി ആണെന്നുള്ളത് നമ്മൾ എന്താണ് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിന്റെ ഏജന്റ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിന്റെ കോളനി എന്ന് പറയുന്നത് ഡാർക്ക് കളർ ആയിരിക്കും. സോ അതുകൊണ്ട് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ? Yes, sir. Yes, okay. Chromoblastomycosis is most commonly found in which climatic region? ഏത് റീജിയനിലാണ്? Tropical and Tropical and subtropical region. ഓക്കെ, ആ റീജിയനിലാണ് കൂടുതലായിട്ട് കാണുന്നത്. The presence of copper-colored thick-walled neuriform cells in tissue sections is the diagnostic of Chromoblastomycosis. Chromoblastomycosis. ഡയറക്റ്റ് അവിടെ സ്ക്ലീറോട്ടിക് ബോഡീസ് എന്ന് ചോദിച്ചിട്ടില്ല.
ഓക്കെ, ചിലപ്പോൾ എന്താണ് ഒരാൾ ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ് സ്ക്ലീറോട്ടിക് ബോഡി എന്ന് പഠിച്ചു പോകും. പക്ഷെ എന്താണ് ഓപ്ഷന് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ് Muriform cells. ഇക്വാൾഡ് മ്യൂറിഫോം സെൽസ് എന്നാണ് ചോദിച്ചത്. സോ ക്രോമോബ്ലാസ്റ്റോമൈക്കോസിസ്. ഓക്കെ, ആൻഡ് ഫിയോഇഫോമൈക്കോസിസ് is caused by which type of fungi? ഏത് fungi ആണ്? Diatomaceous. Yes, that also diatomaceous pigmented fungi. Diatomaceous. Okay, option B is the right answer. Which of the following is the most common causative agent of phaeohyphomycosis? Foncaceous. Onsacia. Petrosa. Any other options? Exophiala species. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ എന്താണ് നന്നായിട്ട് ഓപ്ഷൻസും ക്വസ്റ്റ്യനും വായിക്കണം. കാരണം ക്രോമോബ്ലാസ്റ്റോമൈക്കോസും ഫിയോഐഫോമൈക്കോസും പഠിച്ചു പോകുമ്പോൾ എന്താണ് ഇവിടെ കൺഫ്യൂഷൻ വരും. സോ ഫിയോഐഫോമൈക്കോസിന്റെ എത്തിയോളജിക്കൽ ഏജന്റ് എന്ന് പറയുന്നത് എക്സോഫിയാലയാണ്. ഓക്കെ, അപ്പൊ നമ്മളെന്താണ് ഓപ്ഷൻസ് റിജക്ട് ചെയ്ത് പോകണം. കാൻഡ ആൽബിക്കൻസ് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഇസ് നോട്ട് എ പിഗ്മെന്റഡ് ഫംഗി, അല്ലെങ്കിൽ അത് ഇതുമായിട്ടൊരു ബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് കാൻഡ ആൽബിക്കൻസ് കട്ട് ചെയ്യാം. പിന്നെ ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റ് എന്ന് പറയുന്നത് നോട്ട് എ ഫിയോയിഡ് ഫംഗി, അപ്പൊ അതുകൊണ്ട് അതും കട്ട് ചെയ്യാം. അതേപോലെ തന്നെ പിന്നെ വരുന്നത് ഫോൺസേഷ്യ പെഡ്രോസി എക്സോഫിയാലായിരിക്കും. ഫോൺസേഷ്യ പെഡ്രോസി എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് ഇറ്റ് ഇസ് ക്രോമോബ്ലാസ്റ്റോമൈക്കോസിൽ വരുന്നതാണ്. സോ എക്സോഫിയാല സ്പീഷീസ് ഇസ് ദ മെയിൻ എക്സാമ്പിൾ. എക്സോഫിയാല ജെൻസെലിമയൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തുന്നത് മനസ്സിലായല്ലോ. ചിലപ്പോൾ നമുക്ക് ചില അറിയാത്ത ഏജൻസ് ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ റിജക്ഷൻ ക്രൈറ്റീരിയ യൂസ് ചെയ്യുക. ഓരോ ഓപ്ഷൻസിനെ കട്ട് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് അത് അക്യുറേറ്റ് ആണെങ്കിൽ മാത്രം മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നെഗറ്റീവ് ആവും. ഓക്കെ, and the primary mode of transmission of phaeohyphomycosis. Phaeohyphomycosisന്റെ primary mode of transmission എങ്ങനെയാണ്? Inhalation of എങ്ങനെയാണ്? Direct inoculation by trauma. Direct inoculation by trauma. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, സബ്ക്യൂട്ടേനിയസ് മൈക്കോസിൽ മിക്കവാറും എല്ലാതും എന്താണ്, മിക്കവാറും മെജോറിറ്റി ടീംസ് എന്താണ് ഡയറക്റ്റ് ഇനോക്കുലേഷൻ ബൈ ട്രോമ തന്നെ വരുന്നത്. റൈനോസ്പോഡിയ ഒക്കെ ആണ് ഇൻഹലേഷൻ ഓഫ് സ്പോർട്സ്. ഇൻഹലേഷൻ സ്പോർട്സ് എന്ന് നമ്മൾ പറയില്ല, കണ്ടാമിനേറ്റഡ് ഇതിൽ നിന്നൊക്കെ എന്താണ് പൂൾസിൽ നിന്നും അല്ലെങ്കിൽ വാട്ടർ ബോഡീസിൽ നിന്നൊക്കെ അങ്ങനെ ഇൻഹേൽ ചെയ്ത് വരുന്നതാണെന്ത്, അല്ലെങ്കിൽ എൻട്രി ത്രൂ നോസ് അങ്ങനെയൊക്കെ പറയാം. ഇൻഹലേഷൻ ഓഫ് സ്പോർട്സ് നമ്മൾ മെയിൻലി പറയുക സിസ്റ്റമിക് മൈക്കോസിന്റെ കേസിലാണ്. സിസ്റ്റമിക് മൈക്കോസിലാണ് മേജർ ഇൻഹലേഷൻ പറയാ. അതേപോലെ തന്നെ സൂപ്പർഫിഷ്യൽ ആണെന്നുണ്ടെങ്കിൽ skin contact. സ്കിൻ കോണ്ടാക്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് എന്ന് കേൾക്കുമ്പോൾ അവിടെ എന്താണ് ഡയറക്റ്റ് ഇനോക്കുലേഷൻ ബൈ ട്രോമ ആയിരിക്കും മിക്കവാറും വരും. ഓക്കെ, അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ നോക്കാം. ഓക്കെ, പക്ഷെ റൈനോസ്പോഡിയോസിസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് അത് എഴുതരുത്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഇൻഹലേഷൻ ഓഫ് സ്പോർട്സ് ഒന്നും മിക്കവാറും ഉണ്ടാവില്ല. ഇൻഹലേഷൻ അല്ലെങ്കിൽ എൻട്രി ത്രൂ നേസൽ ക്യാവിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാം. സോ അങ്ങനത്തെ ഓപ്ഷൻസ് കൊടുക്കുക. ഓക്കെ, ക്ലിയർ? And phaeohyphomycosis is differentiated from chromoblastomycosis based upon Absence of sclerotic. yes, sclerotic bodies. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ഇതിന്റെ ഡിഫറൻസ് വെച്ചിട്ട് ചോദിക്കാം. ഓക്കെ, ഇതിലൊന്നും ഡൗട്ട് ഇല്ലല്ലോ. No. Okay, which of the following is not a common clinical form of phaeohyphomycosis? Not cerebral phaeohyphomycosis. Not ഓപ്ഷൻസ് നന്നായിട്ട് വായിക്കുക. Gastrointestinal candidiasis. ഇതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞ ആളുകൾ ഓപ്ഷൻസ് ഫുള്ള് വായിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. സോ എന്താണ് ഓപ്ഷൻസിലുണ്ട് കാൻഡിഡിയാസിസ് ആണ് കൊടുത്തുള്ളത്. കാൻഡിഡിയാസിസ് എങ്ങനെ പhaeohyphomycosis വരിക? വെറുതെ കൊടുത്തുള്ള ക്വസ്റ്റ്യൻ രസകരമാക്കി കൊടുക്കുക. അതായത് ഓപ്ഷൻസ് നന്നായിട്ട് വായിക്കുക. ഓക്കെ, നമ്മൾ ചിലപ്പോൾ നമുക്ക് അറിയുന്ന സാധനമായിരിക്കും. നമ്മളെന്താണ് ഫസ്റ്റ് കാണുന്ന ഏതെങ്കിലുമൊക്കെ പോയി മാർക്ക് ചെയ്യും. പക്ഷെ എന്താണ് അതിന്റെ അടിയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാവും. സോ എന്താണ് ഇവിടെ കാൻഡിഡിയാസിസ് ആണ് കൊടുത്തത്. കാൻഡിഡിയാസിസ് എന്തായാലും ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാണാത്തത് കാൻഡിഡിയാസിസിനായിരിക്കില്ലേ. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. And the presence of darkly pigmented septate hyphae in tissue sections of hallmark is a hallmark of ഏതാണ് അതിന്റെ ഒരു ഫീച്ചർ എന്താണ്? Phaeohyphomycosis. ഓക്കെ, കാരണം എന്താണ് ഡാർക്ക്ലി പിഗ്മെന്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അവിടെ അത് ഫംഗസ് ആണ്. പിന്നെ സെപ്റ്റേറ്റ് ഹൈഫേ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ phaeohyphomycosis എന്നുള്ളത് നമുക്ക് കൺഫേം ആയി. സോ phaeohyphomycosis is the right answer. Colonies of Demetrius fungi causing phaeohyphomycosis typically appear. Black, brown or green color. Option B. Yes, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സ്ട്രാറ്റജി തന്നെ. എന്താണ് ഡാർക്ക് കളർ ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടോ നോക്കാതെ എന്താണ് ബ്ലാക്ക്, ബ്രൗൺ, ഡാർക്ക് ഗ്രീൻ ആണ് ഇവിടെ വരുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഓപ്ഷനിലേക്ക് എത്തുന്നത് മനസ്സിലായല്ലോ.
Yes. And which of the following fungi is well-known cause of cerebral phaeohyphomycosis? Cerebral phaeohyphomycosis. Cladophillophora bandiana. Yes. Option Cladophillophora bandiana is the സെറിബ്രൽ ഫിയോയിഫോമൈക്കോസിസ് അല്ലെങ്കിൽ ബ്രെയിൻ ആക്സസ് ഒക്കെ കോസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ക്ലാഡോഫിയാലോഫോറ ബാൻഡിയാനയാണ്. ഓക്കെ, അപ്പോൾ ഇനി അത് തെറ്റില്ലല്ലോ. അപ്പൊ പേരുകളൊക്കെ പല ആളുകളും എന്താ പറയാ തെറ്റിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇനി പേരുകൾ ജസ്റ്റ് ഒന്ന് 2-3 തവണ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫെമിലിയർ ആയിട്ട് വരും. സോ നമ്മൾ വീട്ടിലൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടി പേരുള്ള ആളുകളുണ്ടാവും, ചെറിയ കുട്ടികളുടെ പേരുകളൊക്കെ. അത് നമ്മൾ കണ്ടിന്യൂസ്ലി വിളിക്കുമ്പോഴല്ലേ നമുക്ക് ഈസി ആയിട്ട് തോന്നുക. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതേപോലെ നിങ്ങളെ ഫ്രണ്ട്സിന്റെ പേരാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിളിച്ച് ഫെമിലിയർ ആക്കുക. ഓക്കെ, so option A is the right answer. Next one, rhinosporidiosis primarily affect which anatomical site? ഏത് anatomical siteലാണ് rhinosporidiosis? മ്യൂക്കോസ ആൻഡ് കൺജക്റ്റീവ. നേസൽ മ്യൂക്കോസയിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അവിടെ നിന്നാണ് മറ്റുള്ള ഏരിയകളിലേക്ക് കൺജക്റ്റീവ, അതേപോലെ തന്നെ ലാരിങ്സ്, അതേപോലെ തന്നെ ഇയർ, ജെനിറ്റാലിയ അങ്ങനെയുള്ള ഏരിയകളിലേക്കൊക്കെ റൈനോസ്പോറിഡിയോസിസ് പിന്നീടാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ കാണുന്നത് നാസൽ മ്യൂക്കോസ തന്നെയാണ്. അതിന്റെ ലെഷൻസിന്റെ പ്രത്യേകത എന്താണ് പറഞ്ഞത്? റൈനോസ്പോറിഡിയോസിന്റെ ലെഷൻസിന്റെ പ്രത്യേകത 2 ടേംസ് പറഞ്ഞിരുന്നു. ഫ്രയബിൾ പോളിപ്സ് ഇൻ നാസൽ കാവിറ്റി. ഫ്രയബിൾ പോളിപ്സ് ആയിരിക്കും കാണുന്നത്. യെസ്, ഓക്കെ. So nasal mucosa and the characteristic lesion of rhinosporidiosis. Yes, ഞാൻ നേരത്തെ പറഞ്ഞു. Characteristic lesion polypoidal fibrous. Okay. വെറിക്കോസ് പ്ലാക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ Chromoblastoma. Okay, അല്ലെങ്കിൽ കോളിഫ്ലവർ ലൈക്ക് ലെഷൻസ്, വാട്ട് ലൈക്ക് ലെഷൻസ് ഒക്കെ Chromoblastoma. മറ്റൊരു പേര് yes. Next question, rhinosporidiosis most commonly found in. Rhinosporidiosis എവിടെയാണ് കൂടുതലായിട്ട് കാണുന്നത്? ഏത് ഏരിയയിലാണ്? Tropical and subtropical regions. Rhinosporidiosis ഏറ്റവും കൂടുതൽ കാണുന്ന 2 രാജ്യം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇന്ത്യ ആൻഡ് ശ്രീലങ്കയാണ്. ഇന്ത്യയിലും ശ്രീലങ്കയിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് റൈനോസ്പോറിഡിയോസിസ് കാണിക്കുന്നത്. സോ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം ഫോർ എ നോളജ്. ഓക്കെ, അപ്പോൾ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻസ്. നമ്മളുടെ മറ്റു ടേം എന്താണ്? സബ്ക്യൂട്ടേനിയസ് ആണെങ്കിൽ മിക്കവാറും അതിന്റെ ജിയോഗ്രഫിയിൽ ഡിസ്ട്രിബ്യൂഷൻ വരിക ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ആയിരിക്കും. ഇങ്ങനത്തെ ടേംസ് യൂസ് ചെയ്തത് എപ്പിഡെമിയോളജി JSOക്ക് വരുന്നുണ്ട്. അപ്പോൾ അതാണ് കുറച്ച് കാര്യങ്ങൾ ഇതിൽ കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. And the characteristic microscopic finding in rhinosporidiosis. Rhinosporidiosisന്റെ characteristic microscopic finding എന്താണ്? Sporangia filled with endospores എന്ന് പറയുന്നത്. And sclerotic bodies വരുന്നത് കാണിക്കുന്നത് Chromoblastomycosis. ഓക്കെ, ബ്രോഡ് ബേസ്ഡ് ബഡിങ് ഈസ്റ്റ് നമുക്ക് പിന്നീട് പഠിക്കാം. അതേപോലെ തന്നെ ഇങ്ങനെ പൈലറ്റ് വീൽ അപ്പിയറൻസ് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. പാരാകോക്സിഡോസ്, കോക്സിഡോസ് ഒക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, അപ്പോൾ എനിവേ റൈനോസ്പോറിഡിയോസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്പൊറാഞ്ചിയ ഫിൽഡ് വിത്ത് എൻഡോസ്പോർ അല്ലെങ്കിൽ സ്പെറ്യൂൾസ് എന്നും പറയാം. ഓക്കെ, സ്പെറ്യൂൾസ് അല്ലെങ്കിൽ സ്പൊറാഞ്ചിയ എന്ന് പറയുന്ന സ്ട്രക്ചർ ഒക്കെ വരുന്നത് റൈനോസ്പോറിഡിയോസിസിലാണ്. ഓക്കെ, ആ സ്ട്രക്ചർ ഓർമ്മയുണ്ടല്ലോ. അതേപോലെ തന്നെ ഇവിടെ എന്താണ് ലൈഫ് സൈക്കിൾ വരുന്നുണ്ട്. ട്രോഫോസൈറ്റ്, സ്പൊറാഞ്ചിയ, എൻഡോസ്പോർ. ഇങ്ങനെ ഒരു ലൈഫ് സൈക്കിളും അവിടെ വരുന്നുണ്ട്. Okay, so think what sporangia filled endospore is the right answer. What is the primary histopathological finding in rhinosporidiosis? Yes, spherules with endospores surrounded with granulomatous inflammations. Histopathology നമ്മൾ ചെയ്യുന്ന സ്റ്റെയിൻസ് HND PAS ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവിടെ സ്പെറ്യൂൾസ് വിത്ത് എൻഡോസ്പോർസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, and which is the following statement about rhinosporidium is true? It can be cultivated in or cultured in SDA. It cannot be cultivated in vitro. Option C. Option C is the right answer. Okay, പല മീഡിയയിലും പല പേരുകൾ കൊടുത്തിട്ടുണ്ട്. ചില ആളുകൾ എന്താണ് റൈനോസ്പോറിഡിയം സീബർ, ഇറ്റ് ഈസ് എ ഫംഗസ് ആയതുകൊണ്ട് സാബ്രോഡെക്സ്ട്രോസഗാർ. ഫസ്റ്റ് ഓപ്ഷൻ എ, ഇറ്റ് ഈസ് കൾച്ചർഡ് ഓൺ സാബ്രോഡെക്സ്ട്രോസഗാർ. ഓപ്ഷൻ പോയിട്ട് മാർക്ക് ചെയ്യും. സോ നമുക്കറിയാം എന്താണ് റൈനോസ്പോറിഡിയം ഈസ് എ നോൺ കൾട്ടിവേറ്റബിൾ ഫംഗസ്. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇറ്റ് കനോട്ട് ബി കൾച്ചർഡ് ഇൻ വിട്രോ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ ശ്രദ്ധിക്കുക, അറിഞ്ഞുകൊണ്ട് തെറ്റിക്കരുത്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. How do Rhinosporidium seaberi sporangia appears in HND staining? HND staining ആ ഒരു സ്ട്രക്ചറിന് പറയുന്ന പേരാണെന്ത്?
സ്പൊറാഞ്ചിയ Sporangea. സ്പെറൂസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അതിന്റെ അടുത്തൊരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആണ്. എ 45-year-old, എല്ലാവരും വായിച്ചു, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. Nasal cavity of nasal cavity. Rhinosporidius. Rhinosporidium severi. Yes. എന്താണ് റൈനോസ്പെറോഡിയോസിസ്? Rhinosporidium. കാരണം നമ്മളുടെ മറ്റേ സ്ട്രാറ്റജി ഇതുപോലെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ Nasal പേപ്പറിൽ എന്ത് cavity. ചെയ്യാം ഫാർമർ എന്നുള്ളത് ഒരു ടേമാണ്. അതേപോലെ തന്നെ Polypoidal നൈസൽ ക്യാവിറ്റി. mastocytosis. അപ്പൊ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി. പിന്നെ എന്താ ബാക്കിയുള്ള വായിച്ചു നോക്കണം, ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ നമുക്ക് നാട്ടിലെ ഫ്രയബിൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ പോളിപ്ലോയിഡ് ലെഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ് നാസൽ സെപ്റ്റം അറ്റാച്ച്ഡ് ടു നാസൽ, ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഇത് റൈനോസ്പെറോഡിയോസിസ് ആണോ എന്നുള്ളത് നമുക്ക് സസ്പെക്ട് ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസുകൾ ചെയ്യുക. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസുകൾ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യുക. കാരണം നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാണുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും വലിയ ക്വസ്റ്റ്യൻ വായിക്കാൻ ഒരു മടി തോന്നും. ഓക്കെ, നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് ആവില്ല. അപ്പോൾ തെറ്റിക്കാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിരിക്കും. ഇതുപോലെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോവുക. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ അണ്ടർലൈൻ ചെയ്യുന്നിട്ട് ഒന്നുകൂടെ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കുക. ഓക്കെ, 2 തവണ വായിക്കാതെ കേസ് സ്റ്റഡി ഒരിക്കലും അറ്റൻഡ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ സമയം പോകുമെന്ന് വിചാരിച്ചിട്ട് അറ്റൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്യരുത്. നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടാവും. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, 45-year-old ഫാം, നിങ്ങൾ വായിച്ചു എന്താണ്? Multiple draining sinus. Chromoblast. No. Discharging yellowish granules. ഏതാണ്? Mycetum. യെസ്, ദാറ്റ് ഈസ് മൈസിറ്റോമ. അപ്പൊ നമ്മുടെ മറ്റേ സ്ട്രാറ്റജി എന്താണ്? ഫസ്റ്റ് വൺ സുഡാൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മെക്സിക്കോ, സുഡാനൊക്കെ നമ്മൾ മെയിൻലി പറഞ്ഞത് മൈസിറ്റോമയിലാണ്. ഓക്കെ, ഞാൻ ഈ ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മെയിൻലി പറഞ്ഞത് നമ്മളുടെ ഈ കേസ് സ്റ്റഡിക്കൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അല്ലാതെ അങ്ങനെ ഡയറക്ടറും ചോദിക്കൂല. അപ്പൊ സുഡാന്, അതേപോലെ തന്നെ റൈറ്റിംഗ് ഫൂട്ടിലാണ് കാണുന്നത്. സ്വെല്ലിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഫസ്റ്റ് മൾട്ടിപ്പിൾ ഡ്രെയിനിങ് സൈനസസ് ഉണ്ട് എന്ന് പറഞ്ഞു. ആൻഡ് അപ്പിയർ ഡിസ്ചാർജിങ് ഗ്രാനുൾസ്. ഈ ട്രയാഡ്സ് ഓഫ് സിംറ്റംസ് ഓഫ് മൈസിറ്റോം എന്താണ്? ട്രയാഡ്സ് എന്തൊക്കെയാണ്? ഡിസ്ചാർജിങ് സൈനസ്, ഗ്രാനുൾസ്, ഡിസ്ചാർജസ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രയാഡ്സ് ഓഫ് മൈസിറ്റോമ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ സ്വെല്ലിംഗ് ഉണ്ടാവും. സ്വെല്ലിനകത്ത് എന്താണ്? സൈനസിനകത്ത് ഡിസ്ചാർജ് വരും. ആ ഡിസ്ചാർജിനകത്ത് എന്താണ്? ഗ്രാനുൾസ് ഉണ്ടായിരിക്കും. സോ ഈ 3 ടേംസ് എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് ഡയറക്ട്ലി ഇറ്റ് ഈസ് ഗോ ടു മൈസിറ്റോമ. ഓക്കെ, ഈസി ആയിട്ട് എത്തിയില്ല മൈസിറ്റോമയിലേക്ക്. ഓക്കെ, സോ എനി ഡൗട്ട്സ്? ഓക്കെ, ഇത്രയാണ് മേജറായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എനി ഡൗട്ട്സ് റിലേറ്റഡ് ടു അപ് ടു സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് വരെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണോ? സബ്ക്യൂട്ടേനിയസ് മൈക്കോസിസ് വരെ ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ സിസ്റ്റമിക് മൈക്കോസിസിലേക്ക് കടക്കുകയാണ്. അപ്പൊ സിസ്റ്റമിക് മൈക്കോസിസ് എന്ന് പറയുന്നതും ഇതുപോലെ കുറച്ചധികം ഓർഗാനിസംസ് വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു യുണീക് ഫീച്ചേഴ്സുകൾ ഉണ്ടല്ലോ, നമ്മൾ യുണീക് ഫീച്ചേഴ്സുകൾ ഇത്രയും ഇപ്പോൾ സബ്ക്യൂട്ടേനിയസിലേക്ക് ആ കുറച്ച് ഫീച്ചേഴ്സുകളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതിന്റെ മൈക്രോസ്കോപ്പി അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. അതിനെ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെറ്റീരിയൽസ് വായിച്ചു വരിക. വായിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂസിങ് ആവും. അതായത് ചില ബോഡീസ്, ഇപ്പോൾ സ്ക്ലിറോട്ടിക് ബോഡീസ് ഇവിടെയാണ് വരുന്നത് അവിടെയാണ് വരുന്നത് എന്നുള്ള കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചതിന് ശേഷം വരിക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്യാം. മൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്ട് അങ്ങനെയാണ്. നമുക്ക് പഠിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കും. നമുക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. പക്ഷെ എന്താണ് അത് റിവൈസ് ചെയ്തില്ലെങ്കിൽ ഒന്നും ഓർമ്മ ഉണ്ടാവാൻ പറ്റാത്തൊരു സംഭവമാണ് മൈക്കോളജി എന്ന് പറയുന്നത്. കാരണം ആരും അങ്ങനെ ലാബിലൊന്നും കൂടുതൽ ഡീൽ ചെയ്യാത്തൊരു ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള പോർഷൻ എന്ന് പറയുന്നത് മൈക്കോളജി. കാരണം 6 മാർക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ 6 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ എന്താ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്യുക. കാര്യങ്ങൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ അല്ലേ? വളരെ കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. കാരണം നമുക്ക് ഈ മാക്സിമം ഇത്രയാണ് ഇതിന് ചോദിക്കുള്ളൂ. ഇതിനപ്പുറത്തേക്ക് വേറെ ക്വസ്റ്റ്യൻസുകളൊന്നും മൈക്കോളജി ഭാഗത്ത് നിന്ന് നമ്മൾ ഇത്രയും പഠിപ്പിച്ചതിൽ നിന്ന് വരില്ല. സബ്ക്യൂട്ടൻസ് വരെ ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഇത്ര മാക്സിമം വരും. ഓക്കെ, എനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക.
ഓക്കെ, ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ സിസ്റ്റമിക് മൈക്കോസ് ആയിരിക്കും. നമ്മൾ കുറച്ചധികം ഇതുപോലെ കുറച്ചായിരിക്കില്ല എടുക്കുന്നത്. ആ ഒരു ട്രാക്കിലേക്ക് ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ചും കൂടി കണ്ടന്റിൽ കൊണ്ടുവരും. അപ്പോൾ ആ രീതിയിലേക്കായിരിക്കും വരിക. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് പറയാം, നമ്മൾ വളരെ കുറഞ്ഞായതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും, മനസ്സിലാക്കി എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. പക്ഷേ കുറച്ചധികം ഇനി ടോപ്പിക്സുകൾ വരും, കാരണം നമുക്ക് പെട്ടെന്ന് തീർക്കേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് എല്ലാവരും പോർഷൻസ് വായിച്ചിട്ട് വരിക. ഓക്കെ, സോ താങ്ക് യു ഓൾ. ഇഫ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്. Okay, thank you, and sir. So let us wind up. Okay, thank you so much. Okay.